ശ്രുതികട്ടെ ഹല്ലേലൂയ. നാലുപേര് പാട്ട് പാടിക്കൊണ്ട് ഒരുമിച്ച് പാടും. എല്ലാവരും പാടുന്നു. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യണം. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ഈശോയുടെ തിരുമുറുവാർന്ന വലതുകരം, അനുഗ്രഹത്തിന്റെ വലതുകരം എല്ലാ മക്കളും പരിമിക്കണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit to the fire fingers, sock of the precious head. God, increase His spirit of power and grace. Thank you, Jesus. We praise you, Jesus. എല്ലാവരും ഇരിക്കുക. നമ്മളുടെ ധ്യാനത്തിൽ 4 വരി പാട്ട് ഇടയ്ക്ക് പാടത്തുള്ളത് മൊത്തം പാടത്തിലെ നിങ്ങൾ കേട്ട് ഓർത്ത് പെട്ടത് പാടണം. നമ്മൾ ഇന്നലെ അവിടെ ജോപ്പായിൽ ഒരു നിയോഗ പ്രാർത്ഥനാ സായാഹ്നമാണ് നടന്നത്. ഇവിടെ ടെല്ലവീവ് നടക്കുന്നത് ഉടമ്പടി ധ്യാനവും ഉടമ്പടിയുമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഉടമ്പടി ഞങ്ങൾ 41 ദിവസത്തേക്ക് അത് നിങ്ങൾ ചെയ്യുന്ന ഉടമ്പടി അതുപോലെ തന്നെ കൃപാസനത്തിൽ കൊണ്ടുപോകും. എന്നിട്ട് 41 ദിവസം മധ്യസ്ഥ പ്രാർത്ഥന നടത്തും. അതാണ് രീതി. ഇപ്പം ഞങ്ങൾ അയർലൻഡിൽ ധ്യാനം നടത്തിയപ്പോഴും അവിടുന്ന് ഈ ഉടമ്പടി എല്ലാം തിരിച്ച് കൃപാസനത്തിൽ കൊണ്ടുപോകും. നാളെ തന്നെ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് 41 ദിവസത്തെ മധ്യസ്ഥ പ്രാർത്ഥന നിങ്ങളുടെ വിഷയത്തിൽ നടത്തും. നിയോഗ പ്രാർത്ഥനയ്ക്ക് അങ്ങനെ കൊണ്ടുപോകത്തില്ല. ഇന്നലെ നല്ല ചീട്ടിൽ നിന്നില്ല, അത് കൊണ്ടുപോകത്തില്ല. അത് ഉടമ്പടിയല്ല, നിയോഗ പ്രാർത്ഥന. അത് അവിടെ ആ നിയോഗം കൈപ്പറ്റി അവിടെ വെച്ച് പ്രാർത്ഥിച്ച് കോസ്റ്റ്. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇന്നിപ്പോൾ ഉടമ്പടിയുടെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ആദ്യകാലങ്ങളിൽ കരിസ്മാറ്റിക് മേഖലയിലായിരുന്നു. ഇപ്പോഴത്തെ 25 കൊല്ലത്തോളം 25 കൊല്ലം കരിസ്മാറ്റിക് മേഖലയിൽ നിന്നാണ് പിന്നീട് മാതാവിൻ്റെ മധ്യസ്ഥയിൽ ഉടമ്പടിയിലേക്ക് വരണത്. അപ്പോൾ കരിസ്മാറ്റിക് മേഖലയിൽ എൻ്റെ ശുശ്രൂഷകൾ കടലിലായിരുന്നു ആദ്യം കൺവെൻഷൻ നടത്തിയത്. 90 തൊട്ട്. അച്ഛനെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഉടമ്പടിയല്ലേ അറിയാൻ പാടുള്ളൂ പലർക്കും.
പക്ഷേ നമ്മൾ വന്നിട്ടുള്ള ഒരു ആധ്യാത്മിക പരിചരണത്തിൻ്റെ ഒരു വഴികളുണ്ട്. എങ്ങനെയാണ് രോഗസുവിശേഷവൽക്കരണത്തിന് വേണ്ടി ഇപ്പം നിങ്ങൾ ഇവിടെ കാണുമ്പോഴേക്കും മോസ്റ്റ് മെറിറ്റോറിയസ് പീപ്പിൾ എന്ന് ഞാൻ പറയത്തുള്ളൂ. ഇസ്രയേലൈറ്റ്സ് ആയിട്ടുള്ള മലയാളീസ് എല്ലാം മോസ്റ്റ് മെറിറ്റോറിയസ് പീപ്പിൾ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അയർലൻഡിലോ കുവൈറ്റിലൊക്കെ ധരിപ്പിക്കാൻ ചെല്ലുമ്പോഴും അതുപോലെ തന്നെ കാനഡയിൽ ധരിപ്പിക്കാൻ ചെന്നപ്പോഴും ഒക്കെ അവിടെയുള്ള എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എന്താ കാര്യം അവർ കുടുംബത്തോട് താമസിക്കാൻ, അവിടെ ഭാര്യ, ഭർത്താവ്, ആങ്ങള എല്ലാവരും എങ്ങനെ നമ്മുടെ നാട്ടിൽ താമസിച്ചു അതുപോലെ അവിടെ താമസിക്കുന്നു. പക്ഷെ നിങ്ങളുടെ ഇരട്ടി ദുഃഖമാണ്, നിങ്ങൾ ഒറ്റപ്പെട്ടുകൂടി ഇരിക്കുകയാണ്. അതാണ് ഞാൻ ഇന്നലെ അവസാനിപ്പിച്ചത് അവിടെ ജോപ്പായിൽ. അത് ഞാൻ പറഞ്ഞതല്ല, കർത്താവ് ആ സമയത്ത് പറഞ്ഞതാണ്. എന്നുവെച്ചാൽ നിങ്ങൾ ഒരു സ്വർഗസ്ഥനായ പിതാവ് ചെല്ലുമ്പോൾ അതിനൊരു 1000 സ്വർഗസ്ഥനായ പിതാവിൻ്റെ വാല്യൂ ആണുള്ളത്. കാര്യം അത്രയും വിഷമത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങളത് പ്രാർത്ഥിക്കുന്നതും വിശ്വാസം പ്രഖ്യാപിക്കുന്നതും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടിയിൽ എന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടിയിൽ ഒരു വ്യക്തിയുടെ നിലവിലുള്ള വാല്യൂ ആഡ് ചെയ്യും. ഇപ്പോൾ എന്താണ് ഉടമ്പടി എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് ഞാൻ പറയും, അത് ഇത്രയും നാൾ ഒറ്റയടിക്ക് വെച്ചാൽ ഇത്രയും നാൾ അനുഭവത്തിൽ നിന്ന് ഒരു ദിവസം ഉടമ്പടി കൃപാസനം ഇപ്പം തന്നെ കൃപാസനത്തേക്ക് ഓൺലൈനിൽ അറിയാം. ഇപ്പം എന്ത് തിരക്കാണ് ഇപ്പോൾ കൃപാസനത്തിൽ നടക്കണം ഈ സമയത്ത്. ഞങ്ങളിവിടെ ആയിരിക്കുമ്പോൾ ഇപ്പോൾ 1000, 1500, 2000 പേരുള്ള കൃപാസനത്തിലുണ്ട്. എല്ലാവരും ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുകയും ഉടമ്പ പുതുക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതൊരു വലിയ ഒരു സുവിശേഷ മുന്നേറ്റമാണ് ലോകത്ത് നടക്കുന്നത്. ഇതിൻ്റെ അകത്ത് രീതി എന്ന് വെച്ചാൽ നമ്മൾ കരിസ്മാരി മേഖലയിൽ ഞാനുണ്ടായിരുന്ന സമയത്ത് ഇപ്പോഴും ആ മേഖല തന്നെ ഉണ്ട്. പക്ഷേ ഇത് ഒരു മരിയൻ മിഷനിലേക്ക് മാറി. ഇപ്പോൾ മരിയൻ മിഷൻ എന്ന് വളരെ എഫിക്കസ് മിഷനാണ്. ഇതിന് വരുന്ന വിഷയം നമ്മൾ ഒരു ഉടമ്പടി കഴിയുമ്പോൾ ഉടമ്പടിക്ക് ശേഷവും ഉടമ്പടിക്ക് മുമ്പും ഒരു വ്യക്തിയുടെ വാല്യൂവിന് ഭയങ്കര വ്യത്യാസം വരുന്നുണ്ട്. പ്രെയർ വാല്യൂവിന് വ്യത്യാസം വരുന്നുണ്ട്. എന്നുവെച്ചാൽ അധികാരം കൂടുന്നുണ്ട്. അധികാരം നമ്മൾ അധികം ആധ്യാത്മിക ഡിസ്കസ് ചെയ്യാത്തൊരു സബ്ജക്റ്റാണ്. ഇപ്പം ലുക്കാൻ്റെ സുവിശേഷത്തിൽ എന്താ പറയണത്? അവൻ തന്നെ വിളിച്ചവർക്ക്, തിരഞ്ഞെടുത്തവർക്ക് 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ക്രിസ്തു 9:1 ലുക്ക 9:1 എന്താ പറയണത്? ഇഷ്ടമുള്ളവർ വായിക്കാം കേട്ടാ, കിട്ടുന്നവർക്ക് വായിക്കാം, പ്രശ്നമൊന്നുമില്ല. അവർക്കൊരു മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിരിക്കും സംഭവം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലുക്ക 9:1 അറിയാവുന്നവർ വായിച്ചോളൂ. അവൻ 12 പേരെയും വിളിച്ച് അവർക്ക് പിശാചുക്കളുടെ മേൽ അധികാരവും ശക്തിയും കൊടുത്തു. എല്ലാ തിന്മകളുടെ മേലും ക്രിസ്തു കൊടുക്കുന്ന 2 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? അധികാരവും ശക്തിയും. ഈ ശക്തി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കൃപയും, അധികാരം പ്രസൻസുമാണ്. അധികാരം ഇപ്പം അതിനെക്കുറിച്ച് വിജയകുമാർ സാറിൻ്റെ ക്ലാസ്സാണത്, പ്രസൻസിൻ്റെ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നാൽ മതി, വളരെ ശ്രദ്ധിച്ചിരിക്കണം. കാര്യം ഉടമ്പടിയിൽ വരുമ്പോൾ ഒരു വ്യക്തി ഒരു ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്. ഇതെന്താ ഒരു പ്രെയർ എന്താണ് ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രെയർ പ്രോജക്റ്റാണ്. പ്രെയർ പ്രോജക്റ്റ് എന്താ? പ്രാർത്ഥന പദ്ധതിയാണ്. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമുക്ക് മെൻ്റൽ പ്രെയർ, വോക്കൽ പ്രെയർ എന്ന് പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് പല രൂപങ്ങളുണ്ട്. മാനസിക പ്രാർത്ഥന, ധ്യാന പ്രാർത്ഥന, പിന്നെ വാചിക പ്രാർത്ഥന, പിന്നെ പ്രൈസ് വർഷിപ്പ്. എല്ലാം ഇതിൽ ലിപ്സാണ് അവിടെ മെക്കാനിസം ഉള്ളത്. നമ്മുടെ പ്രെയർ നമുക്കുള്ള ഭക്തി, നമുക്കുള്ള വിശ്വാസം, നമുക്കുള്ള ദൈവസ്നേഹം നമ്മൾ എക്സ്പ്രസ് ചെയ്യണത് ലിപ്സിലൂടെയാണ്. ഈ ചുണ്ടുകൊണ്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യണത്. ഇതിൻ്റെ ഒരു പ്രശ്നം, ഇതിൻ്റെ റിട്ടേൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് മെഷീനറി ഉപയോഗിക്കാത്ത കാലം പ്രെയർ മെഷീനറി മാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 30% റിട്ടേൺസേ ഉള്ളത്. അതുകൊണ്ടാണ് പ്രാർത്ഥനയുടെ വിഷയങ്ങൾ ലാഗ് ചെയ്യാൻ കാരണം. ഉടമ്പടിയിലെന്ന് വെച്ചാൽ സെക്കൻഡുകൾക്കുള്ളിൽ എന്തെങ്കിലും ടൈം ഷോർട്ടിങ് വന്നിട്ടില്ലേ? അതിൻ്റെ കണ്ടൻറ്റ് വൈസ് റിച്ചാണ്. അതുകൊണ്ടാണ് കണ്ടൻറ്റ് വൈസ് അത് റിച്ചാണ്. അത് പെട്ടെന്ന് ടൈം ഷോർട്ട് ചെയ്യും. അപ്പോൾ ടൈം ഷോർട്ട് ചെയ്യുന്ന കണ്ടൻറ്റ് ഉടമ്പടിയിലുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ പ്രാർത്ഥനാ സമയത്ത്, ധ്യാന സമയത്ത് കാണാൻ പറ്റും. അതായത് ദൈവത്തിന് സാധാരണ രീതിയിൽ ഒരു വിഷയത്തിന് കാലവിളംബം വരുത്തത്തില്ല.
പിന്നെ കാലവിളംബം വരുത്തുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരാണ്? അയാളുടെ കുഴപ്പങ്ങളാണ് ശരിക്കും. എക്സിക്യൂട്ട് ചെയ്യുന്ന ആളെ ആണ് ഉടമ്പടി ഫോക്കസ് ചെയ്യണത്. ആ ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അതർ എൻഡിൽ നിൽക്കുന്ന നമ്മളുടെ വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കും. അതാണ് മൂല്യവർദ്ധിതമായ വിശ്വാസമാണ്, പക്ഷേ മൂല്യവർദ്ധിതമായിരിക്കും. വാല്യൂ ആഡഡ് ഫെയ്ത്താണ്. ഉടമ്പടി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് വാല്യൂ ആഡഡ് ഫെയ്ത്താണ്. വാല്യൂ ആഡഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ദൈവതിരുസന്നിധിയിൽ നമ്മൾക്ക് ഒരു മൂല്യം ഉണ്ടാകും. ഈ മൂല്യം ഉണ്ടായാൽ മാത്രമേ ദൈവമായിട്ട് പ്രെയർ മീഡിയേഷൻ നടക്കത്തുള്ളൂ. ഇപ്പം ഞാൻ ഉദാഹരണം പറയട്ടെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളുടെ ഈ ശതാധിപനില്ലേ, ശതാധിപൻ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാമത്തെ പറയുന്ന ശതാധിപൻ എന്താ പ്രശ്നം? ശതാധിപൻ്റെ അദ്ദേഹത്തിൻ്റെ ഭൃത്യൻ രോഗം പിടിപെട്ട് വീട്ടിൽ കിടക്കുന്നു അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ്? അയാൾ സ്നേഹിച്ചിരുന്ന ഉത്തമമായ ഒരു ഭൃത്യൻ രോഗം പിടിപെട്ട് വീട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ വീട്ടിൽ കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പുറത്ത് വർക്ക് ചെയ്യണത് ആരാണ്? ശതാധിപനാണ്. ശതാധിപനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ വീട്ടിൽ തളർന്നു കിടക്കുന്ന ആളിൻ്റെ ലൈഫിലേക്ക് ദൈവത്തെ കൊണ്ടുവരണം? അതിന് എന്ത് ചെയ്യും? ശതാധിപൻ എന്താ ചെയ്യണത്? അതിന് നാട്ടുപ്രമാണിമായി യഹൂദന്മാരുടെ പ്രമാണിമാർ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് വചനം പറയണവേ. 7-ാം അധ്യായത്തിൽ വചനം പറഞ്ഞ 7-ാം അധ്യായം എത്രാമത്തെ വാക്യമാണ്? 7:3 വിശുദ്ധ ലൂക്കാസ് വിശേഷം 7-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഒരാൾ എഴുതിരുന്ന് വായിക്കുക. അതെ. അപ്പോൾ ഇനി 7-ാം അധ്യായം 3-ാമത്തെ വാക്കിൽ യഹൂദ പ്രമാണികളെ അടുത്തയച്ചു, യേശുവിൻ്റെ അടുത്ത് അയച്ചു. ഇപ്പോൾ ആരാണ് പിക്ചറിലുള്ളത്? യഹൂദ പ്രമാണിയാണ്. യഹൂദന്മാരുടെ കൂട്ടത്തിൽ കുറച്ച് ജനസ്വാധീനമുള്ള ആളാണ്. ഈ ജനസ്വാധീനമുള്ള യഹൂദ പ്രമാണിക്ക് ഇനി യേശുവിൻ്റെ അടുത്ത് ശതാധിപനെ ഇൻട്രൊഡ്യൂസ് കണ്ടത്. ഇൻട്രൊഡ്യൂസ് ചെയ്യണത് എന്താണ്? ഞാൻ യഹൂദ പ്രമാണിയാണ്, നാട്ടിലെ പ്രമാണിയാണ്, സ്ഥലത്തെ പ്രധാന ദിവ്യനാണെന്ന് പറഞ്ഞ് പേഴ്സണൽ കപ്പാസിറ്റിയിലല്ല. അതാ വിഷയം. പേഴ്സണൽ കപ്പാസിറ്റി ഒരു പ്രശ്നമാണ്. നിങ്ങൾ ദൈവമായിട്ട് വരുമ്പോൾ പേഴ്സണൽ കപ്പാസിറ്റി എപ്പോഴും നിങ്ങൾ ഇപ്പോൾ 2024 2024 ദൈവത്തിരുസന്നിധിയിലുള്ള പേഴ്സണൽ കപ്പാസിറ്റി തന്നെയാണ് 2025 നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ ആധ്യാത്മികം വളർന്നിട്ടില്ല, അധികാരമില്ല, ശക്തിയില്ല. അപ്പോൾ ഒരു പ്രോജക്റ്റ് വൈസ് എപ്പോഴും നമ്മൾ ചെയ്യണം. എപ്പോഴും ഈ പേഴ്സണൽ കപ്പാസിറ്റി എപ്പോഴും വാല്യൂ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. പ്രീഡിയ ക്ലിയർ അല്ലേ പോയിന്റ്? ഇനി ഈ 7:4 എന്താണ് അയാൾ പറയണമെന്ന് നോക്കിയേ. അവർ യഹൂദ പ്രമാണി യേശുവിൻ്റെ അടുത്ത് വന്ന് എന്ന് വെച്ചാൽ യഹൂദ പ്രമാണിക്ക് സ്വന്തമായിട്ട് മെരിറ്റില്ല. അവരെന്ത് ചെയ്യാൻ? യഹൂദ പ്രമാണിയാണെങ്കിൽ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെന്ത് നിൽക്കണത്? അതാണ് സംഭവം. ആ പ്രെയർ പോസ്റ്റർ കണ്ടില്ലേ? അയാളിങ്ങനെ ഒടിഞ്ഞ് നിൽക്കുക. കാരണം അയാൾക്ക് മെരിറ്റില്ല. അവർ പ്രമാണിയാണ്, പക്ഷേ കർത്താവിൻ്റെ അടുത്ത് ആ പ്രാമാണികത്വം വിലപ്പോണില്ല. അത് സീരിയസ് വിഷയമാണ്. കർത്താവിൻ്റെ അടുത്ത് വിലപ്പോകുന്ന പ്രാമാണികത്വം ഉണ്ട്. എന്നിട്ട് ഇയാൾ ഈ യഹൂദ പ്രമാണി വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഈ ശതാധിപനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്താ ഇൻട്രൊഡ്യൂസ് ചെയ്യണത്? അപ്പം 7:5 അല്ലേ അത്? എത്രയാണത്? 7:5. അപ്പം ഇവിടെയാണ് ഇതിൻ്റെ മർമ്മം ഇരിക്കുന്നത്, ന്യൂക്ലിയസ്. എന്ന് വെച്ചാൽ ലൂക്കാസ് വിഷയം 7:5 പറയുന്നത് ഈ യഹൂദ പ്രമാണി വന്ന് ശതാധിപൻ, സർക്കിൾ ഇൻസ്പെക്ടറാണ്. 100 പോലീസുകാർക്ക് ഒരു സർക്കിളില്ല, അതുപോലെ 100 പട്ടാളക്കാർക്ക് ഒരു അധിപൻ, അതാണ് ശതാധിപൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശതാധിപനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പറയണത് യഹൂദ പ്രമാണിയുടെ കപ്പാസിറ്റി അല്ല പറയണത്. ഇയാൾ ബേസിക്കായിട്ട് ഹിംസെൽഫ് ഈസ് സോ മെറിറ്റോറിയസ്. അയാൾക്ക് തന്നെ ഒരു ബലമുണ്ട്. എന്താണ് അയാളുടെ ബലം? എന്താണ്? ഒന്ന്, ഇയാളൊരു നല്ല മനുഷ്യനാണ്. അതാണ് സംഭവം. ഒരു മനുഷ്യൻ്റെ പേഴ്സണൽ മൂല്യം എന്ന് പറയുന്നത് ദൈവദിവസൻ്റെ എന്താണ്? ഇയാൾ നല്ല മനുഷ്യനാണ്. പിന്നെന്താണ്? 2, അയാൾ നമ്മളുടെ
ജനത്തെ സ്നേഹിക്കുന്നു. അതാണ് വിഷയം. ദൈവത്തെ, അതായത് നമ്മളെ വിട്ട് ഉടമ്പടി എത്രയും വേഗം ഇങ്ങനെ ഫയറാകാൻ കാരണം ഇതിന് ജനത്തിനെ സ്നേഹിക്കുന്ന കണ്ടന്റ് വൈസ് കൂടുതലാണ് എൻ്റെ അടുത്ത്. അല്ല എൻ്റെ വയറ്, എൻ്റെ PR, എൻ്റെ പെൻഷൻ, എൻ്റെ ILTS എന്നും പറഞ്ഞ് വയറ്റിപ്പിഴപ്പ് പരിപാടിയല്ല സംഭവം. എന്താ സംഭവം? നമ്മൾക്ക് ഇപ്പം അവിടെ രണ്ട് ദൈവത്തെയും നോക്കും, ജനത്തെയും നോക്കും. ഈ ഫോർമുല എപ്പോഴും നിങ്ങൾ ഇത് വർക്കൗട്ട് ചെയ്യുന്ന ഫോർമുലയാണ്. നിങ്ങളുടെ കപ്പാസിറ്റി ഞാൻ പറഞ്ഞില്ലേ 9:1 എന്താണ്? അവൻ പിശാചുക്കളുടെ മേൽ, ലോകത്തിൻ്റെ മേൽ അധികാരവും ശക്തിയും നൽകി. ഈ അധികാരവും ശക്തിയുമാണ് ഇപ്പം നമ്മുടെ സബ്ജക്റ്റ്. ഉടമ്പടി നിങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യും, പിന്നെന്ത് ചെയ്യും? അധികാരം നൽകുകയും ചെയ്യും. അത് 2 വഴിക്കാണ് തരണത്. എന്തൊക്കെയാണ്? ഒന്ന് തരണത് എന്താണ്? ജനത്തെ സ്നേഹിക്കുന്നു. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. അപ്പനും മകനും കൂടി സാക്ഷ്യം പറയുകയാണ്, മകളും കൂടി. അപ്പം അപ്പനും മകളും കൂടിയുള്ള സാക്ഷ്യം തന്നെ. അപ്പനെന്ന് പറയണത് ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. 40 കൊല്ലമായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്. മകള് 40 കൊല്ലമായിട്ട് ഈ മനുഷ്യൻ വേദപാഠവും പഠിപ്പിക്കുന്നുണ്ട് എറണാകുളം രൂപതയിൽ. 40 കൊല്ലം ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട്, 40 കൊല്ലം അയാൾ വേദപാഠം പഠിപ്പിക്കുന്നുണ്ട്. ഉടമ്പടി എടുത്തതിന് ശേഷം അയാൾക്ക് ഉടമ്പടിയുടെ ഒരു ശാസ്ത്രീയ വശങ്ങളൊക്കെ പിടികിട്ടി കഴിഞ്ഞപ്പോൾ അയാൾ എന്താ ചെയ്യുന്നത്? അയാൾ എല്ലാ ദിവസവും ഓട്ടത്തിന് പോകുമ്പോൾ വൈഫ് ഒരു പൊതിച്ചോറ്, അയാളുടെ ചോറ് കെട്ടിക്കൊടുക്കും. കാര്യം പുറത്ത് കഴിക്കാൻ പറ്റില്ല, മുതലാകത്തില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ചോറ് കെട്ടിക്കൊണ്ട് പോകും. ആ വൈഫിനോട് പറഞ്ഞു, ഞാൻ എപ്പോഴും ഒരു മരച്ചുവട്ടിൽ ഒരു ചേച്ചി ഇരുന്നുകൊണ്ട് ഈ ധർമ്മം ചോദിക്കൊണ്ട് പ്രായപ്പെട്ട, അപ്പോൾ നീ ചോറ് കെട്ടുമ്പോൾ ഒരു പൊതി കൂടി കെട്ടിയേക്കണം ഇന്ന് മുതൽ. എന്താണ്? ഞാൻ ഉടമ്പടിയിലാണ്. നീ ചോറ് കെട്ടുമ്പോൾ അന്ന് പോലെ അയാളെന്താ ചെയ്യണത്? അയാളുടെ ചോറിൻ്റെ കൂടെ തന്നെ ആ ചേടിത്തിക്കും. പക്ഷേ ചേടിത്തിക്ക് ചോറ് കൊടുക്കണ പാടാം, ഇയാൾ ഓട്ടോറിക്ഷ അല്ലേ. അപ്പോൾ ഈ 12 മണിക്കൊക്കെ ഒരു ദൂരെ ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ 12:30 ചോറ് കൊടുക്കണ്ടേ? 12:00 ചോറ് കൊടുക്കാൻ പറ്റത്തില്ല. 12 വരെക്ക് ചോറ് കൊടുക്കണമെങ്കിൽ ദൂരെ ഓട്ടം കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യും? 12 മണിക്കൂറിലുള്ള ഓട്ടമെല്ലാം അയാൾ കട്ട് ചെയ്യും, ദൂരെ ഓട്ടം കട്ട് ചെയ്യും. എന്താ കാര്യം? 12:30 കൊണ്ടുവന്ന് ചോറ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ എന്താ? ജനത്തെ സ്നേഹിക്കുന്ന കണ്ടന്റ് വൈസാണ്. എന്നിട്ട് ദൈവം ഇയാളുടെ മകളെ ഉയർത്തുന്നതുണ്ട് ഭയങ്കരമായിട്ട്. കാരണം ഇയാളുടെ അധികാരവും കൂടി ഇയാളുടെ ശക്തിയും കൂടി കഴിയുമ്പോൾ ഉടനെ നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കും. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അതാണ് സംഭവം. കഴിവ് വർദ്ധിക്കണം. അല്ല 60 വയസ്സായിട്ട് നമുക്ക് കഴിവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ദരിദ്രന്മാരാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം യോഹന്നാൻ എന്താ പറയണത്? അവൻ്റെ നാമത്തിൽ, ഇത് യോഹന്നാൻ 1:12 എടുത്ത് ശ്രുതികടെ ഹല്ലേലൂയ, ശ്രുതികടെ ഹല്ലേലൂയ. ഒരുമിച്ച് 4 വരി പാട്ട് പാടിക്കും. ശ്രുതികടെ ഹല്ലേലൂയ, 4 വരി പാട്ട്. ശ്രുതികടെ ഹല്ലേലൂയ. യോഹന്നാൻ 1:12 ഏറ്റു പറഞ്ഞ, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അപ്പം തന്നെ സ്വീകരിക്കുക 2 പ്രോസസ്സാണ്. യേശുവിനെ സ്വീകരിക്കുക, പിന്നെ എന്താണ്? തൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. ഇങ്ങനെ വിശ്വസിക്കുമ്പോൾ എന്ത് പറ്റും? വെറുതെ വിശ്വസിക്കാൻ പറ്റത്തില്ല. വിശ്വാസം പ്രവർത്തിയാലാണ് നീതീകരിക്കപ്പെടുന്നത്, അല്ലേ? യാക്കോബിന്റെ 2:17 എടുത്ത് ശ്രുതികടെ ഹല്ലേലൂയ, പാട്ട്. യാക്കോബ് 2:17 ശ്രുതികടെ ഹല്ലേലൂയ. നായകനേ അങ്ങേ ആരാധിക്കും, അഭിഷേകത്തെ തരുന്നവനേ അങ്ങേ ആരാധിക്കും, ആരാധനയും നായകനേ അങ്ങേ ആരാധിക്കും. പ്രൈസ് ദി ലോർഡ്. വായിച്ചോളൂ. വിശ്വാസം പ്രവർത്തികളാണ് നീതീകരിക്കപ്പെടുന്നത്. വായിച്ചേ ആ ഭാഗം വായിച്ചേ. 2:19 2:17 അല്ലേ? 2:17 എന്താണ് പറയണത്? എന്ന് പറഞ്ഞ പ്രവർത്തികൾ കൂടാതെ ഉള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അപ്പൊ പ്രാർത്ഥന മാത്രമേ ഉള്ളെങ്കിൽ സംഭവം നിർജീവമാണ്. ഓക്കെ അല്ലേ? ഇതാണ് ലിപ്സ് സർവീസ് കൊണ്ട്, ഈ ലിപ്സിൻ്റെ മെക്കാനിസം കൊണ്ട്
30% പോലും നമുക്ക് ഏണിംഗ് ഇല്ല. നിങ്ങളെ പ്രാർത്ഥന കേട്ടില്ലെന്നൊരു കാര്യമില്ല. ഒന്ന് നിങ്ങളുടെ കപ്പാസിറ്റി വർദ്ധിച്ചില്ല. അതിൻ്റെ കാരണം യാക്കോബ് 2:17 പ്രവൃത്തികൾ കൂടാതെയുള്ള പ്രാർത്ഥന അതിൽ തന്നെ നിർജീവമാണ്. തീർന്ന പരിപാടി. ഇത്രയും നാൾ പല പ്രാർത്ഥനകളും വേസ്റ്റായി പോകുന്ന കാര്യം അതാണ്. അത് പ്രവൃത്തി കൊണ്ട് കൺകറന്റ് ചെയ്യണില്ല. പ്രവൃത്തി കൊണ്ട് കൺകറന്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് എന്ത് വേണം? അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു എന്നാണ് പറയണത്. ജനത്തെ ശതാധിപൻ സ്നേഹിക്കേണ്ടത്, ശതാധിപൻ റോമക്കാരനല്ലേ? അയാളുടെ റോമൻ പൗരൻസിനെ സ്നേഹിച്ചാൽ മതിയല്ലോ. ഈ യഹൂദന്മാർ അവരുമായിട്ട് ഒരു ബന്ധുവില്ലേ, ശത്രുക്കളാണ്, ശരിക്കും അടിമരാജ്യമില്ലേ. അപ്പം നമുക്ക് ബ്ലഡ് റിലേഷനോ അല്ലെങ്കിൽ സമുദായ റിലേഷനോ അല്ലെങ്കിൽ മതവിശ്വാസ റിലേഷനോ ഒന്നും ഇല്ലാത്തവരെയും നമ്മൾ സ്നേഹിക്കുമ്പോഴാണ് ക്രിസ്തു അവിടെ കക്ഷിയാകണത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നമ്മളാണ് കക്ഷി. ഇപ്പം നമ്മൾ ബ്ലഡ് റിലേഷനെ തന്നെ നമ്മൾ സ്നേഹിച്ചാൽ നമ്മളാണ് അവിടുത്തെ കക്ഷി. നമ്മുടെ റിലേഷൻ, നമ്മുടെ മതത്തിലുള്ളവർ മാത്രം നമ്മളെ സ്നേഹിക്കണമെങ്കിൽ നമ്മളാണ് കക്ഷി. കർത്താവ് ചോദിക്കും, വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? നിങ്ങൾ മൊബൈൽ എടുത്ത് നോക്കിയാൽ വിശേഷ വിധി എടുത്ത്, അത് ആ വചനം എടുത്ത്, വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? അത് പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു മർമ്മമാണ്. അതായത് സാധാ മൊബൈൽ ബൈബിളിലുള്ളവരെടുത്ത് അവിടെ വിശേഷ വിധി ഒന്ന് അടിച്ചു നോക്കി, അപ്പോൾ വചനം കിട്ടും. സ്തുതിയുടെ ഹല്ലേലൂയ. അപ്പോഴേ ഇതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം, അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, അങ്ങയെ സ്നേഹിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ സ്നേഹിക്കുവാൻ ആ സ്നേഹ ജീവിതത്തിലെ സുവിശേഷ സാക്ഷിയായി പുലരുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അപ്പം നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തോട് ചെയ്യുന്ന വാഗ്ദാനമാണത്. എന്താണ്? ഞങ്ങളെ നിന്നെ പ്രതി മറ്റുള്ളവരെ നിന്നിലെ വേദനയും രോഗവും ഇല്ലായ്മയും വല്ലായ്മയൊക്കെ അനുഭവിക്കുന്നവരിൽ നിന്നെ കണ്ടുകൊണ്ട് ഞാൻ അവരെ സ്നേഹിച്ചോളാം. ശരി പറയത്തില്ലേ? അപ്പോൾ എനിക്ക് പൈസ ഒന്നുമില്ല കൊടുക്കാൻ. അപ്പോൾ എനിക്കങ്ങനെ കൊടുക്കാൻ പൈസ ഇല്ല. പക്ഷേ എനിക്ക് ജർമ്മൻ പഠിച്ചുകൊണ്ട് ഞാൻ ജർമ്മൻ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അപ്പം ഞാൻ പഠിക്കാൻ മോശമുള്ള പിള്ളേരെ കണ്ടുപിടിച്ച് ഞാൻ അവർ ജർമ്മൻ പഠിപ്പിക്കും. ചിലപ്പോൾ ചോറ് വെച്ച് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലേ. അവർക്ക് ജർമ്മൻ അവർക്ക് നല്ല വിവിധ വശമാണ്, അവർ പോയി പഠിച്ചതാണ്. പക്ഷെ പഠിക്കാൻ കഴിവ് കുറഞ്ഞതും പൈസ മുടക്കി ട്യൂഷന് പോകാനൊക്കെ ചിലയിടത്ത് ഭയങ്കര പൈസ ഇല്ല, 2 ലക്ഷം രൂപയൊക്കെ വാങ്ങിക്കണം ജർമ്മൻ പഠിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള കുട്ടി, പക്ഷേ എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ജാതി മതം നോക്കാതെ നമുക്ക് പറ്റുന്ന ആൾക്കാരെ, നമ്മുടെ കൂട്ടത്തിലുള്ളവരെ, നമ്മുടെ പരിചയത്തിലുള്ളവരെ കർത്താവിൻ്റെ നാമത്തിൽ നമ്മളവരെ ആ ഭാഷ അങ്ങ് പഠിപ്പിക്കും. കരകയറി പോട്ടെ, എവിടെയെങ്കിലും പോയി ഒരാൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ കുടുംബം മൊത്തം രക്ഷപ്പെടത്തില്ലേ? ഒരാൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ കുടുംബം മുഴുവൻ രക്ഷപ്പെടും. അപ്പം നമ്മൾ ആ ജനത്തെ സ്നേഹിക്കുന്നുള്ള കണ്ടന്റ് നമ്മൾ ഉടമ്പടിയിൽ ദൈവത്തോട് ഇപ്പോൾ അല്ലാതെ നമ്മളിതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, പക്ഷെ അതല്ല ഇപ്പോഴൊരു ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഫോർമുലയിലൂടെ നമ്മൾ കമ്മിറ്റഡ് ആണ് ഉടമ്പടിയിൽ. അതാണ് കവനന്റിൽ നമ്മൾ കമ്മിറ്റഡ് ആണ്. നമ്മൾ അതിൻ്റെ അകത്ത് ഒഴിവ് കഴിവില്ല നമുക്ക്. അതാണ് കവനൻ്റെ പ്രത്യേകത, അതാണ്. അല്ലാതെ തന്നെ നമ്മൾ കമ്മിറ്റഡ് ആണ്, ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാകാം. പക്ഷേ കവനൻ്റ് ആയി കഴിയുമ്പോൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യണത്. ആരുടെ നാമത്തിൽ? എന്താണ് ദൈവനാമത്തിൻ്റെ? അതിൻ്റെത് വരുന്നത് നമ്മുടെ റോമ 4:20 എന്താണ്? നമ്മളെ ആധ്യാത്മികമായിട്ട് വളരണത് എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേ വളരത്തുള്ളൂ. ഇപ്പം നമുക്ക് വല്ല പ്രലോഭനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ തന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ത്വര എപ്പോഴും നമ്മുടെ ഇതിലുണ്ടാവും. അതാണ് വലിയ വീടൊക്കെ വെക്കണത്. ഓരോ 2 കൊല്ലം കഴിയുമ്പോൾ കാറിൻ്റെ കമ്പനിയൊക്കെ മാറും. ഇത് നമ്മളെ കുറഞ്ഞ പുള്ളി അല്ലെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മുടെ. ഇതിൻ്റെ ഉള്ളിലെല്ലാം എന്തൊക്കെ പറഞ്ഞാൽ ഒരു അഹങ്കാരം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ആധ്യാത്മികമായിട്ട് വളരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, ദൈവം ഉയർത്തത്തില്ല. കുറേ പണം കിട്ടുമായിരിക്കും,
അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് പ്രൊമോഷൻ കിട്ടുമായിരിക്കും. ദൈവം കൃപയിൽ ഉയർത്തത്തില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തന്നെയാണ് ലിഫ്റ്റ് ചെയ്യണത്. പക്ഷേ ലൂക്ക 1:49 അനുസരിച്ച് അമ്മ എന്താ പറയണത്? അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീത അവസ്ഥ തെക്കൻ പാർത്തു. ആണ് വിഷയം. അപ്പം ദൈവം തെക്കൻ പാർക്കണത് ഒരു വിനീത അവസ്ഥയിലാണ്. മരിയൻ ഫോർമുല അതാണ്. അപ്പം മരിയൻ ഫോർമുലയ്ക്ക് വേണ്ടി ഉടമ്പടി നമ്മൾ ഉപയോഗിക്കുന്നത് മരിയൻ ഫോർമുലയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു എന്ന് പറഞ്ഞ ഒരു ദൈവികമായ പദ്ധതിയെ ഏറ്റെടുക്കാനും വയറ്റിലിട്ട് വളർത്താനും വീട്ടിൽ നിർത്തി ഉയർത്താനും ലോകത്തിന് കൊടുക്കാനും ദൈവം തിരഞ്ഞെടുത്തയാളാണ് മറിയം. അപ്പം ദൈവം ഇങ്ങനെ മറിയത്തെ ക്രിസ്തുവിനെ വഹിക്കാനും കൊടുക്കാനും വേണ്ടിയുള്ള ഒരു മെഷറിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ മറിയത്തിൻ്റെ സ്പിരിച്വാലിറ്റിയിൽ കുറേ അധികം ഘടകങ്ങളുണ്ട്. അതിലൊന്നെന്താണ്? അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീതാവസ്ഥ ഇതൊക്കെ പറഞ്ഞു. എന്നുവെച്ച് കഴിഞ്ഞാൽ ആള് കളിക്കാനോ അഹംഭാവം കാണിക്കാനോ ഒന്നും പോകത്തില്ല. കാരണം ദൈവമാണ് എന്നെ ഉയർത്തേണ്ട. അതാണ് അവിടെ നിന്ന് അധികാരവും ശക്തിയും നൽകി. നമ്മൾ ഉടമ്പടിയുടെ ഉദ്ദേശം തന്നെ, ഉടമ്പടിയുടെ ഗുണം എന്ന് പറയുന്നത് നമ്മളൊരു പ്രെയർ ചെയ്യണം. ആ പ്രെയറിന് സിംഗിൾ ഹെഡാണ്. നമ്മളാണ് എൻ്റെ അധികാരി. ആ പ്രെയർ സ്വീകരിക്കണോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ കയ്യിൽ നമുക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. അത് ദൈവത്തിൻ്റെ കയ്യിലുള്ളതാണ്. നമുക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ആണത് സ്വീകരിക്കപ്പെടത്തുള്ളൂ. യോഗ്യത അവിടെ ഒരു പ്രശ്നമാണ്. അപ്പം നീ ഒരു ഭവനത്തിന് ചെല്ലുമ്പോൾ സമാധാനം ആശംസിക്കുകയും അവിടെ ഉള്ളവർ യോഗ്യതയുള്ളവരാണെങ്കിൽ നിന്റെ സമാധാനം അവിടെ നിലനിൽക്കും. അല്ലെങ്കിൽ റിട്ടേൺ അടിക്കുമെന്ന് പറഞ്ഞാൽ ഈ റിട്ടേൺ അടിക്കും. അപ്പം യോഗ്യത എന്ന് പറയുമ്പോൾ എപ്പോഴും വരുന്നൊരു വിഷയം, ഇപ്പം നമ്മൾ പ്രെയർ ചെയ്ത് ആ പ്രെയർ നമ്മൾ ദൈവത്തിലേക്ക് ആ പ്രെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ യോഗ്യത ഒരു പ്രധാനപ്പെട്ടതാണ്. അപ്പം നമ്മൾ അതിനോടുള്ള സഹകരണവും ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാനുള്ള നമ്മുടെ ഒരു സമർപ്പണവും, ഈ സമർപ്പണം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഉടമ്പടിയിൽ. എന്താ കാര്യം വെച്ചാൽ ഇത് നമുക്കറിയാലോ, നമ്മളുടെ ആധ്യാത്മികതയിൽ പ്രത്യേക ഒരു ഗ്രേസ് മിഷണറീസ് ഉണ്ട്. ഗ്രേസ് മിഷണറീസ് വെച്ചാൽ പുണ്യത്തിൻ്റെ ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? വിശ്വാസം. എല്ലാം വർക്കൗട്ട് ചെയ്യണം. എന്തുകൊണ്ടാണ്? വിശ്വാസം. പിന്നെ എന്താണ്? പ്രത്യാശ. മൂന്നാമത്തെ എന്താണ്? സ്നേഹം. നാലാമത്തെ സംഭവം എന്താണ്? സമർപ്പണം. സമർപ്പണം എന്ന് പറഞ്ഞ ഒരു ഡിസ്പോസിഷനാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൽക്കട്ടയിലെ അമേരിക്കൻ ഇൻ്റർവ്യൂ വന്നു ഞങ്ങൾക്ക്. ഞാനിക്ക് വിജയകുമാർ. ഹൂസ്റ്റണിലെ ധ്യാനമാണ് അടുത്ത നവംബർ മാസം. അപ്പോൾ ഈ അമേരിക്കൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഞങ്ങൾ കൽക്കട്ടയിൽ പോയി താമസിച്ചു. സെപ്റ്റംബർ 8-ാം തീയതിയാണ് പെരുന്നാൾ എൻ്റെ ഇൻ്റർവ്യൂ. അപ്പോൾ 7-ാം തീയതി ഞാൻ 8-ാം തീയതി വെളുപ്പിനെ ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ട ഇതാണ്. പരിശുദ്ധ അമ്മ പറയുന്നു, കവനൻ്റ് ഇസ് എ ഡിസ്പോസിഷൻ എന്ന് പറയും. അപ്പോൾ ഞാൻ രാവിലെ വന്ന് വിജയകുമാരോട് പറഞ്ഞു, ഇന്നലെ രാത്രി അമ്മ സംസാരിച്ചായിരുന്നു. അമ്മയുടെ ജന്മദിനമാണല്ലോ സെപ്റ്റംബറിൽ. അപ്പോൾ ആ ഒരു ഓർമ്മയിലാണല്ലോ നമ്മൾ കിടക്കണത്. അപ്പോൾ അമ്മ പറഞ്ഞു കവനൻ്റ് ഈസ് എ ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കവനൻ്റ് ദൈവമായിട്ട് ഒരു ഉടമ്പടി ചെയ്യണത് ഒരു മനുഷ്യൻ്റെ സ്വഭാവമാണ്, പെരുമാറ്റമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെരുമാറ്റം വേണം. കവനൻ്റ് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അതിന് കറസ്പോണ്ട് ആയിട്ടുള്ള കാലാവസ്ഥ, കവനൻ്റ് ക്ലൈമറ്റ് ഉണ്ട്. നമ്മൾ എടുത്തിയാട്ടം, മുൻകോപം, കലഹം, ഭിന്നത, അധികാരം, അങ്ങനെയുള്ള ക്ലൈമറ്റിൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് അവിടെ തന്നെ ദാസിയുടെ വിനീതാവസ്ഥ തെക്കൻ പറത്തെന്ന് പറയുന്നത്. കാരണം ദൈവമായിട്ടല്ലേ നമ്മൾ ഇൻട്രാക്ട് ചെയ്യണം. അപ്പം ദൈവം ഒരു വ്യക്തിയാണ്, നമ്മളൊരു വ്യക്തിയാണ്. ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഉഭയകക്ഷി സമ്മതമാണ് ഇതിലുള്ളത്. അപ്പം നമ്മളെന്താ പറയണത്? സുവിശേഷ വിഹിതമായി ജീവിച്ചോളാം, അവൻ പറയണത് പോലെ ചെയ്തോളാം. അതാണ് നമ്മൾ പറയണത്. കവനൻ്റ് എന്താ പറയണത്? അവൻ പറയണത് പോലെ ചെയ്തോളാം, സുവിശേഷ വിഹിതമായി ജീവിച്ചോളാം. അപ്പം ചിലക്കത് നിസ്സാര കാര്യമായിരിക്കും,
ചിലക്ക് ഇത്തിരി പാടായിരിക്കും. അപ്പം ദൈവം നമ്മളോട് എന്താ പറയണത്? ഞാൻ നിന്നോട് പറഞ്ഞിട്ട് വാഗ്ദാനങ്ങൾ പാലിച്ചോളാം. അതാണ് അതിൻ്റെ വിഷയം. നമ്മളെന്താ പറയുക ദൈവത്തോട്? നമ്മൾ ദൈവത്തോട് എന്താ പറയണത് കവനന്റിലൂടെ? എന്ന് പറഞ്ഞ് സുവിശേഷ വിഹിതമായി ജീവിച്ചോളാം. അവൻ പറയണത് പോലെ ചെയ്ത് സുവിശേഷ വിഹിതമായി ജീവിച്ചോളാം. അപ്പൊ ദൈവം എന്താ പറയണത്? ഈ കവനന്റിൽ നീ വിശ്വസ്തത കാണിച്ചാൽ ഞാൻ നിനക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിച്ചോളാം. ഈ മനുഷ്യൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനും അനുദിന ജീവിതവും നിത്യജീവിതവും ഇത് രണ്ടും ക്രിസ്തു അഡ്രസ്സ് ചെയ്യും. നമ്മുടെ അനുദിന ജീവിതം എന്തൊക്കെ വേണം നമുക്ക്? വീട്, ജോലി, വിവാഹം, മക്കള്, ഭക്ഷണം, വിദ്യാഭ്യാസം എല്ലാം അനുദിന ജീവിതം എന്തെല്ലാം സാധനങ്ങളും വേണം. പ്രൊമോഷൻ, ട്രാൻസ്ഫർ, ഷിഫ്റ്റിങ്, ഒത്തിരി കാര്യം നമുക്ക് അനുദിന ജീവിതത്തിൽ വേണം. നിത്യജീവനിൽ എന്ത് വേണം? നിത്യരക്ഷയും വേണം. അപ്പം അനുദിന ജീവിതവും അനുദിന ജീവിതവും നിത്യജീവിതവും രണ്ട് ജീവിതവും നമുക്കുള്ളത്. എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞാൽ? അനുദിന ജീവിതവും നിത്യജീവിതവും. അപ്പം അനുദിന ജീവിതവും നിത്യജീവിതവും ആണ് നമുക്കുള്ളത്. രണ്ട് ജീവിതമുണ്ട്. ഒന്ന് ഭൂമിയിലുള്ള ടെമ്പർ ലൈഫുണ്ട്, പിന്നെ ഇറ്റേണൽ ലൈഫുണ്ട്. അപ്പം ടെമ്പർ ലൈഫും ഇറ്റേണൽ ലൈഫിനും എന്താ പറയണത്? ഇതിനെല്ലാത്തിനും പറ്റിയ ദൈവത്തിൻ്റെ ഒരേ ഒരു ആപ്ലിക്കേഷനാണ് ക്രിസ്തു. അനുദിന ജീവിതത്തിന് അതാണ് കൊളോസസ് 3:11. എന്താ പറയണത്? കൊളോസസ് 3:11 ക്രിസ്തു എല്ലാമാണ്. പറഞ്ഞേ, എല്ലാവരിലുമാണ്. അപ്പൊ ക്രിസ്തുവാണ് ഈ കവനന്റിന്റെ കംപ്ലീറ്റ് കവനന്റ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് വാഗ്ദാനം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തു. 8850 വാഗ്ദാനങ്ങളാണ് ബൈബിളിലുള്ളത്. ഈ അനുദിന ജീവിതത്തിന് അഡ്രസ്സ് ചെയ്യാനും നിത്യജീവിതത്തിന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി സം ടോട്ടല് 8850 വാഗ്ദാനങ്ങൾ ബൈബിളിലുണ്ട്. ഈ 3 ലക്ഷം വാക്യങ്ങളിൽ 8000 വാഗ്ദാനങ്ങളാണ് ഉള്ളത്. ഈ വാഗ്ദാനങ്ങളെല്ലാം നമ്മളുടെ ജീവിതവുമായിട്ട് കറസ്പോണ്ടഡ് ആണ്. വാഗ്ദാനം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ വാക്കിൻ്റെ ഉള്ളിലും ദൈവം ദാനം വെച്ചിട്ടുണ്ട്. എല്ലാ വാക്കിൻ്റെ ഉള്ളിലും അതിനാണ് നമ്മുടെ വാഗ്ദാനത്തിന് ഇംഗ്ലീഷിൽ എന്താ പറയണത്? പ്രോമിസിന്റെ ധാതു എന്താ ശരിക്കും പറഞ്ഞാൽ? ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷ് വാക്ക് ഈ പ്രോമിസ് ഉണ്ടാകും. പ്രമിത്തരെ എന്നുള്ള വാക്കിനെ ഘടകം ചെയ്യുമ്പോൾ അതിൻ്റെ ഘടന തിരിച്ചിട്ട് കഴിഞ്ഞാൽ പ്രമിത്തരെ, ടു പുൾ ഔട്ട്, വലിച്ച് പുറത്തേക്ക് എടുക്കുക. അതാണ് പ്രോമിസ്. അല്ല, അത് വാക്കിൻ്റെ ഉള്ളിൽ ദൈവം ദാനം വെച്ചിട്ടുണ്ട്. ഈ വാക്ക് അവൻ പറയണ പോലെ ചെയ്ത് കഴിയുമ്പോൾ ഈ ദാനം റിലീസാകും. ഇതാണ് കവനന്റിൻ്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത്. വാക്ക് പ്രമിത്തരെ, ടു പുൾ ഔട്ട്. വാക്കിൻ്റെ ഉള്ളിൽ ദൈവം ദാനം വെച്ചിട്ടുണ്ട്. ഈ വാക്ക് ഇപ്പം എന്താ പറയുന്നത്? ഇപ്പം ഉദാഹരണത്തിന് പത്രോസ് പറഞ്ഞ് ലൂക്ക 5:5 എടുത്തേ. ലൂക്ക 5:5 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. നാല് പാട്ട് പാടാം. വിശ്വസിക്കാത്ത ദൈവം ചെയ്യാൻ പോകുന്നു. ഒരുമിച്ച് പാടുക. സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കൈയിടിച്ചിട്ട് പാടട്ടെ. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. വായിക്കുക. ലൂക്ക 5:5. ലൂക്ക 5:3 വായിച്ചോ. ലൂക്ക 5:3 വായിച്ചേ. സ്വരത്ത് വായിക്കും. ശിമയോന്റെ യേശു ഗലീല തീരത്ത് നിന്ന് പഠിപ്പിക്കുകയാണ്. പിന്നീട് ശിമയോനോട് പറഞ്ഞ്
കടലിലേക്ക് വെള്ളം നീക്കാൻ ഈശോ ശബരിനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ശബരി എന്ത് പറഞ്ഞു? അത് ജനങ്ങളെ പഠിപ്പിച്ചു. അവൻ ശബരിനോട് പറഞ്ഞു, ആഴങ്ങളിലേക്ക് നീക്കി മീൻ പിടിക്കുവാൻ വലയിറക്കുക. അപ്പോൾ ശബരി എന്ത് പറഞ്ഞു? ശബരി പറഞ്ഞു, അപ്പം 5-4 അല്ലേ അത്? 5-4 5-5 ശബരി പറഞ്ഞു, ശിവൻ പറയുന്നതാണ്, ഞാൻ അധ്വാനിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പം ഞാനിങ്ങനെ ജൊപ്പായിൽ ധ്യാനം നടത്തിയപ്പോൾ ഞങ്ങൾ ആൾക്കാരെ കൗൺസിൽ ചെയ്തപ്പോൾ ആൾക്കാരിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നെങ്കിലും പലരുടെയും കടങ്ങൾ ഇപ്പോഴും 70% മാത്രമേ 25% മാത്രമേ റിമിറ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴും കടമാണ്. എന്നാൽ 8 കൊല്ലമൊക്കെ ഇവിടെ അധ്വാനിച്ചിട്ടുള്ള ആൾക്കാരാണ്. 8 കൊല്ലം ഇവിടെ അധ്വാനിച്ചിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ കടം തീർന്നിട്ടില്ല. അതാണ് സമയം പറഞ്ഞത്. അതാണ് എന്താ സമയം പറഞ്ഞത്? ഗുരു, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. അപ്പം ഞങ്ങളുടെ അധ്വാനം ഞങ്ങൾ അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് മിച്ചമൊന്നുമില്ല. ഇത് തന്നെയല്ലേ നമ്മുടെ അവസ്ഥ, ഇത് തന്നെ പലരുടെ അവസ്ഥ. പക്ഷെ ശബൻ എന്താ പറയണത്? എങ്കിലും പറഞ്ഞ് നീ ഒന്ന് പറഞ്ഞ് ചൊല്ലി പറഞ്ഞ് നീ പറഞ്ഞതനുസരിച്ച് വലയിറക്കാം. അതാണ് സംഭവം. ലൈഫ് ഷിഫ്റ്റ് ചെയ്യും, ഒരു പാരഡൈം ഷിഫ്റ്റിലേക്ക് പോയി. ഇത്രയും നാൾ ഞാൻ അധ്വാനിച്ച്, രാത്രിയും അധ്വാനിച്ച്, പകലും അനുഭവിച്ച്, ഓവർ ടൈം ചെയ്തു, എല്ലാം ചെയ്തു, ഓട്ടി അടിച്ചു, എന്നിട്ടും രക്ഷപ്പെട്ടില്ല. ഇനി ഞാൻ എൻ്റെ ലൈഫ് എന്ത് ചെയ്യും? നീ പറഞ്ഞതനുസരിച്ചാക്കാൻ പറ്റുകയാണ്. ഇത് തന്നെയാണ് യോഹന്നാൻ്റെ 2 ഈ ഫോർമുല. കവനൻ എല്ലായിടത്തും ഇങ്ങനെ വാട്ടർ മാർക്ക് പോലെ കവനൻ്റെ ഫോർമുല കിടപ്പുണ്ട്. നമുക്ക് നോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വാട്ടർ മാർക്ക് കൊണ്ടുണ്ടല്ലോ അല്ലേ? അപ്പം അതുപോലെ തന്നെ ലൈഫിൻ്റെ എല്ലാം ഒരു കവനൻ്റ് ഫോർമുലയായിട്ട് ഒരു വാട്ടർ മാർക്ക് കിടക്കുന്നുണ്ട്. ജല മുദ്ര കിടപ്പുണ്ട്. എന്തൊക്കെ ഇപ്പോൾ അതിനല്ലേ യോഹന്നാൻ 2:3 ടെക്ത് വടപ്പം ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. യോഹന്നാൻ 2:3 ശ്രദ്ധ വയ്ക്കുക. അവിടെ അധികം പോയി. അത് നോക്കി, കാനായിലെ കല്യാണ വേദിയാണ് എൻ്റെ പ്രവർത്തന രംഗം. എന്താ പറയണത്? അവിടെ എന്ത് പറ്റി? അവിടെ പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. ശരി, അവിടെ ആ കല്യാണ കുടുംബത്തിൽ എന്ത് സംഭവിച്ചു? വീഞ്ഞ് തീർന്നു പോയി. അപ്പോഴും വീഞ്ഞ് തീർന്നു പോയി. അതിൻ്റെ റിസോഴ്സ് തീർന്നവിടെ. ഇപ്പം തീർന്നു പോകുന്ന അവസ്ഥ ഉണ്ട് എല്ലാം. അപ്പം നമുക്കും നിങ്ങൾ ഇന്നലെ എന്നെ കണ്ട് സംസാരിച്ചവർ പല കാര്യങ്ങളും പറഞ്ഞതിൻ്റെ കാര്യം വിസ എക്സ്പയറായി, ഞാനിവിടെ ഒളിച്ചു താമസിക്കുകയാണെന്നാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ ഏജൻറ്റുമായിട്ട് ചെയ്തൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പോവുകയാണെന്ന് പറഞ്ഞു. തീർന്നു പോയി. ഇപ്പം അന്നത്തെ കാര്യമല്ല, ഇന്നത്തെ കാര്യം തന്നെയാണ്. ചില സമയത്ത് തീർന്നു പോകും. നമ്മുടെ ചിലപ്പോൾ ആരോഗ്യം തീർന്നു പോകും, ചിലപ്പോൾ നമ്മുടെ സമ്പത്ത് തീർന്നു പോകും. ഈ ഭൗതിക വസ്തുക്കൾക്കെല്ലാം പ്രശ്നം ഇത് എപ്പോഴെങ്കിലും തീർന്നു പോകുന്നുള്ളതാണ്. ചിലപ്പോൾ നല്ല റിലേഷൻ ആയിരിക്കും, ഭർത്താവുമായിട്ട് നല്ല ഭാര്യയുമായിട്ട് എൻ്റെ റിലേഷൻ, ആ റിലേഷൻ്റെ വൈബ് തീർന്നു പോകും. ആ വൈബ് ഇപ്പോൾ കുറേ നാൾ 8 കൊല്ലമോ അല്ലെങ്കിൽ 4 കൊല്ലമോ ഒക്കെ ഇവിടെ ജീവിച്ചു. അവർ നമ്മൾ കണ്ണ് ഓട്ടമൊക്കെ ചെയ്ത് കണ്ണും കാണാൻ പറ്റാതെ ഉറക്കവും ഇല്ലാതെയൊക്കെ ജീവിക്കുമ്പോഴാണ് അവർ വിളിച്ച് കാശ് ചോദിക്കണത്. അപ്പോൾ നമുക്ക് തന്നെ ഓർക്കുന്നത് ഇപ്പം നമ്മളിവിടെ എങ്ങനെ ജീവിക്കണം എന്ന് അവർക്കറിയേണ്ട ആവശ്യമില്ല. അവർക്ക് നമുക്ക് കാശ് മകനും വിളിക്കും, ഭർത്താവും വിളിക്കും, ബന്ധുക്കളൊക്കെ വിളിക്കും, അവർക്ക് എല്ലാവർക്കും കാശ് മതി. ഇനി കാശ് നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ആദ്യം 2 ദിവസത്തിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മൾ പോണില്ലേ, എപ്പോഴാണ് പോകണമെന്ന് ചോദിക്കും. അല്ല, അവർ ചിലപ്പോൾ നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ചോദിക്കും പോണില്ലെന്ന് ചോദിക്കും. നിങ്ങൾ പോണില്ലെന്ന് പറഞ്ഞാൽ അവിടെ മോന്ത ഉടനെ പോകും. നിങ്ങൾ പോണില്ല എന്നാൽ ഞാൻ പോണില്ല, ഇനി മക്കളാരെങ്കിലും എന്ന് പറയും. എടി ഉണ്ടായിരുന്നൊരു ജോലി കളയണം ശരിയാണെന്ന് അവർ ഇങ്ങോട്ട് ചോദിക്കും. അപ്പം അങ്ങനെ ആൾക്കാർ ചോദിക്കണം, ഉണ്ടായിരുന്നൊരു ജോലി കളയണം ശരിയാണെന്ന് ചോദിക്കും. അപ്പം അവരോട്, അതായത് നമ്മൾക്ക് ഈ ചില കാര്യങ്ങൾ അപ്പം ആ റിലേഷൻ തന്നെ ആ വൈബ് തീർന്നു പോകും ചിലപ്പോൾ. എൻ്റെ മക്കളുടെ സത്യമായിട്ട് ഞാനിവിടെ പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിനെ നിങ്ങളെ മുറുകെ പിടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കണ്ണൊരിക്കലും തുകരത്തില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് ഇൻക്ലൂഡിങ് മൈസെൽഫ്, ഞാനൊരു ഫുൾ ടൈമറാണ്. നിങ്ങളും നിങ്ങളുടെ ജീവിതം ഫുൾ ടൈമാക്കി മാറ്റാൻ പറ്റും.
നിങ്ങൾ ചെയ്യുന്ന ജോലികളെല്ലാം ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുമ്പോൾ നിങ്ങളും ഫുൾ ടൈമറാകും, അതിൻ്റെ പ്രശ്നമില്ല. പക്ഷേ ഇത് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ക്രിസ്തുവിനല്ലാതെ വേറെ എന്തിന് പ്രാധാന്യം കൊടുത്താലും നാളെ കാലങ്ങളിൽ തീർന്നു പോകും. അപ്പം തീർന്നു പോകുന്ന ലെവലാകുമ്പോൾ അമ്മ നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അമ്മ അത് സെൻസ്, മറിയം എന്ന് പറയണത് ഒരു സെൻസാണ്. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും തീർന്നു പോകണമെങ്കിൽ ആദ്യം സെൻസ് ചെയ്യുന്ന ആരായിരിക്കും? മറിയം. മറിയത്തിൻ്റെ ഒരു പ്രശ്നമാണ്, ക്രിസ്തു വരുന്ന മുമ്പ് വരേണ്ട ഒരാളാണ് മറിയം, അല്ല ക്രിസ്തു വന്നു കഴിഞ്ഞിട്ട് വരേണ്ട ആളല്ല. മറിയത്തിൽ നമ്മൾ എന്താ വിളിക്കണത്? മോർണിംഗ് സ്റ്റാർ എന്നാണ് വിളിക്കണത്. ഉഷകാല നക്ഷത്രം. സൂര്യൻ ഉദിക്കണ മുമ്പ് കാണുന്ന നക്ഷത്രമാണ്. സൂര്യൻ വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ്. പൈലറ്റായിട്ട് നിൽക്കുന്ന ആൾ, പൈലറ്റ് സ്റ്റാറാണ് മറിയം. അപ്പം അതുപോലെ തന്നെ മറിയത്തെ നിങ്ങൾ ആദ്യമേ തന്നെ സ്നേഹിച്ച്, അവിടുത്തെ ബൈബിൾ എന്താ പറയണത്? ഇപ്പം തന്നെ 2:1 വായിച്ചേ, യോഹന്നാൻ 2:1 വായിച്ചേ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹം. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ ആഘോഷം നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ദാറ്റ്സ് എ പോയിന്റ്. എന്താ പറയണത്? ഏറ്റു പറഞ്ഞേ, യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത വചനം എന്താ? 2:2 യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെടുന്നു. സൂര്യൻ പിന്നെ വന്നതാണ്, നക്ഷത്രം അവിടെ ഉണ്ടായിരുന്നതാണ്. മനസ്സിലായില്ലേ? ഇത് തന്നെ വലിയ ഉടമ്പടിയിൽ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, വചനം സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ മരിയനായിട്ട് കൺവേർഷൻ സംഭവിക്കും. മാനസാന്തരത്തിൻ്റെ ഉടമ്പടി ലെവലെന്ന് പറയുന്നത് മരിയൻ കൺവേർഷനാണ്. ഒരു വ്യക്തി അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് അവൻ പറയണ, ഇപ്പം മറിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയേക്കാൾ ഉപരി ഒരു ഉടമ്പടി ഫോർമുലയാണ് മറിയം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം ഒരു വാഗ്ദാനം കൊടുക്കും അല്ലേ? ലുക്ക 1:28 എടുത്തേ, ലുക്ക 1:28 35 വരെ എടുത്തേ. ശ്രുതികടെ ഹല്ലേലൂയ. ലുക്ക 1:28 35 വരെ സ്പീക്കിൽ വായിച്ചോളൂ. ലുക്ക 1:28. ദൂതൻ അവളോട് പറഞ്ഞു, അപ്പൊ ലുക്ക 1:28 എന്താ പറയണത്? ദൈവകൃപ പറഞ്ഞ്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. നോക്കിയേ, കൃപ നിറയുമ്പോൾ ദൈവദൂതന്മാര് പോലെ ഇപ്പൊ ശക്തി കിട്ടി, അധികാരം കിട്ടി. ലുക്ക 9:1 കിടക്കുന്നത് അവർക്ക് ശക്തിയും അധികാരം കൊടുത്തു. ഈ ശക്തിയും അധികാരം കിട്ടിയ ആളാണ് മറിയം. അതുകൊണ്ട് അവരെ കാണുമ്പോൾ എന്നാ ചെയ്യണത്? മലാഖവരെ സ്തുതി പറഞ്ഞു നിൽക്കുകയാണ്. ദൈവം കറന്ന് പറഞ്ഞാളെ സ്വസ്തി. അടുത്ത വചനം എന്താ? കർത്താവ് നിന്നോട് കൂടെ. അതാണ് പ്രസൻസ് എന്ന് പറയണത്. ഈ വചനം കേട്ട് അവൾ അസ്വസ്ഥമായി. ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്തെന്ന് അവള് ചിന്തിച്ചു കൊണ്ടിരുന്നു. അപ്പൊ ദൂതൻ അവളോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഈശോ എന്ന് പേരിടണമെന്ന്. അപ്പം മറിയം പറഞ്ഞു, ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പം അപ്പോഴും ലുക്ക 1:35 എന്താ പറയണത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. എന്താണ്? അപ്പോഴ് 1:36 വായിച്ചേ. ലുക്ക 1:36. അപ്പൊ നിന്റെ ചാർച്ചക്കാരെ വൃദ്ധയായ എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. പറഞ്ഞേ, അവിടെയാണ് പ്രശ്നം. അതാണ് കവനന്റിന്റെ ഒരു പ്രത്യേകത. വന്ധ്യ എന്ന് അറിയപ്പെട്ട്, പറഞ്ഞ വന്ധ്യ എന്ന് അറിയപ്പെട്ടിരുന്ന അവൾക്കിത് 6-ാം മാസമാണ്. വന്ധ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നോൺ പ്രൊഡക്റ്റീവ് ആണ് അല്ല. അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള ഭാഷ എന്താണ്? നോൺ പ്രൊഡക്റ്റീവ് ആണ്. എന്നുവെച്ചാൽ അവർക്ക് ഏണിങ്സ് ഇല്ല, അവർക്ക് മക്കളില്ല, പലതരത്തിൽ. ഇപ്പം ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കണം മാത്രം അല്ല മദർഷിപ്പ് എന്ന് പറയണത്. അല്ലെങ്കിൽ കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ പറ്റാത്തത് അല്ല വന്ധ്യത്വം. വന്ധ്യത്വം എന്ന് പറയണത് പലതരത്തിലുണ്ട്. മക്കളില്ലാതെ മാത്രമല്ല, പണമില്ല, ആരോഗ്യമില്ല, സ്വാധീനമില്ല, നമ്മുടെ കാര്യം തിരക്കാൻ വേണ്ടി നമുക്കതിനുള്ള കപ്പാസിറ്റി ഇല്ല, നമ്മളൊരു സീറോയാണ്. ഇതെല്ലാം വന്ധ്യത്വമാണ്. നിങ്ങളുടെ ഇല്ലായ്മ എല്ലാം കൂടിയാണ്. അതാണ് വന്ധ്യത്വം എന്ന് പറയണത്.
മനസ്സിലായില്ലേ? നമ്മുടെ എന്തെല്ലാം ഇപ്പം മക്കളില്ലാത്ത അവസ്ഥ മാത്രമല്ല, എന്തെല്ലാം ഇല്ലായ്മ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ സാധിക്കണില്ല, അത് അതൊരു വന്ധ്യത്വമാണ്. നിങ്ങൾക്ക് പാടാൻ പറ്റണില്ല, അതൊരു വന്ധ്യത്വമാണ്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല, എന്തെല്ലാം കഴിവില്ല, അതെല്ലാം ഒരുതരം വന്ധ്യത്വമാണ്. അപ്പോഴേ ബൈബിൾ എന്താ പറയണത്? ലൂക്കാ 1:36 വന്ധ്യെന്ന് അറിയപ്പെട്ടിരുന്ന അവൾക്കിത് 6-ാം മാസമാണ്. പിന്നെന്താണ്? ദൈവത്തിനൊന്നും ലൂക്കാ 1:37 എന്താ പറയുക? ദൈവത്തിനൊന്നും അസാധ്യമല്ല. അപ്പോൾ പറയുന്നതാണ് കവനന്റെ. ലൂക്കാ 1:38 വായിച്ച്. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കിനിൽ നിറവേറട്ടെ. ഇവിടുന്നാണ് ഈ മറിയം ഉണ്ടാകുന്നത്. മറിയം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ബേസിക്കായിട്ട് മറിയം, ഹു ഈസ് മേരി, ദ സെർവന്റ് ഓഫ് ഗോഡ്. എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി. അപ്പോൾ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ ആരായിട്ട് മാറും? സെർവന്റ് ഓഫ് ഗോഡായിട്ട് മാറും, കർത്താവിൻ്റെ ദാസി. പിന്നെ എന്താ പറയുക? കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അല്ലെങ്കിൽ ദാസൻ എന്ന് പറയുമ്പോൾ എന്താണ്? നിന്റെ വചനം പോലെ എന്നില് അതാണ് അവൻ പറയണത് പോലെ ചെയ്യുവിൻ. അങ്ങ് പറഞ്ഞത് കൊണ്ട് ഞാൻ വിലയിറക്കാം. എല്ലാം സെയിം ഫോർമുലയാണ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ വിഷയത്തിനും ഒരു വാട്ടർമാർക്ക് കിടപ്പുണ്ട്. മറിയമാകണതും ദൈവത്തിന് മാതാവാകണതും സിംഗിൾ ഫോർമുലയിലാണ്. എന്താണ് അതിൻ്റെ ഫോർമുല? എന്താണ്? അതായത് ഇതാ കർത്താവിൻ്റെ ദാസി, പിന്നെന്താണ്? അങ്ങ് പറഞ്ഞതുപോലെ എന്നിൽ നിറവേറട്ടെ. അപ്പം അത് അതിനാണ് സമർപ്പണമെന്ന് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പം വിശ്വാസം, പ്രത്യാശ, സ്നേഹം, പിന്നെ എന്താണ്? സമർപ്പണം. അപ്പം നമ്മൾക്ക് കുറേ ഇൻറ്റൻഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ചില ഇൻറ്റൻഷൻ ദൈവം തിരിഞ്ഞു പോലും നോക്കത്തില്ല. ചില ഇൻറ്റൻഷൻ ദൈവം തിരിഞ്ഞു നോക്കത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കത് ഇപ്പം ഗുണമെങ്കിലും ഭാവിയിൽ അത് ദോഷം ചെയ്യും. അതാണ് പ്രശ്നം. അതുകൊണ്ട് ദൈവത്തിനറിയാം. ദൈവം ഈ ഭൂതവും ഭാവിയും വർത്തമാനം എല്ലാം അറിയാതെ. കാരണം ദൈവം നോക്കണത് എപ്പോഴും ഭാവിയിൽ നീ അവധാനം ഹരിച്ച് ഗുണിച്ചൊക്കെ വരുമ്പോൾ നിത്യതയിൽ നീ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. നിനക്ക് പ്രശ്നത്തിൽ നീ ഇപ്പം കഴിഞ്ഞു പോയാൽ മതി എന്നാണ് നീ പറയണത്. പക്ഷെ ദൈവം നോക്കണത് എന്താണ്? ഇതെല്ലാം കഴിഞ്ഞ് നീ ഇപ്പം നാളെ ഇവിടുത്തെ ഷെയ്ക്കായെന്ന് എനിക്ക്, അല്ലെങ്കിൽ ഇസ്രായേലിലെ പ്രധാനമന്ത്രി ആയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിത്യതയിൽ നീ കർത്താവിൻ്റെ കൂടെ ഉണ്ടാകുമോ എന്നൊരു ചോദ്യമാണ് ദൈവം ചോദിക്കണത്. അതിപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും എൻ്റെ മക്കൾ എന്തെങ്കിലും തന്നില്ലെങ്കിൽ നമുക്കറിയാമല്ലോ, നിങ്ങളുടെ മെറിറ്റ്, നിങ്ങളുടെ പോയിന്റ്സ് കൂടണത് നിങ്ങൾ എന്തുമാത്രം ദൈവഹിതത്തിന് കീഴ്വഴങ്ങി. ദൈവഹിതത്തിൽ നിങ്ങൾ ദൈവഹിതത്തോട് നിങ്ങൾ എന്തുമാത്രം സമരസപ്പെട്ട് അക്സെപ്റ്റ് ചെയ്ത് സമർപ്പിച്ചു. അതായത് അതുകൊണ്ട് തന്നെ നമുക്ക് കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളാണ് നിങ്ങളുടെ ആസ്തി ഭദ്രത എന്ന് പറയുന്നത്. കേട്ട പ്രാർത്ഥനയല്ല. കേട്ട പ്രാർത്ഥന യൂസ് ആൻഡ് ത്രോയാണ്. അത് നമ്മൾ കേട്ട പ്രാർത്ഥന കൊണ്ട് ചിലപ്പോൾ ജോലി കിട്ടി, ചിലപ്പോൾ നമുക്ക് ശമ്പളം കിട്ടി, നമ്മളത് വീട് വെച്ചു. നമ്മൾ 100 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ ആ വീട്ടിൽ ആര് താമസിക്കുന്നു ആർക്കും അറിയാൻ പറ്റില്ല. ഇപ്പം നിങ്ങളുടെ തന്നെ പലരുടെ വീടുകൾ ഇപ്പോൾ വേറെ ജാതിക്കാരെ ഇപ്പോൾ താമസിക്കുന്നത് കഴിഞ്ഞു അതിൻ്റെ സംഭവം. അത് നമ്മൾ ആ തിരുവല്ല ഭാഗത്തൊക്കെ കോഴഞ്ചേരിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ക്രിസ്ത്യൻ വീട്, പണ്ടത്തെ തറവാടുകളൊന്നുമില്ല, അതൊക്കെ താമസിക്കുന്ന വേറെ ആൾക്കാരാണ്. അല്ലേ? ഇപ്പം എന്തുമാത്രം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, എന്തുമാത്രം രാത്രിയും പോലെ ഉറക്കം തന്നെയാണ്. ഈ നമുക്കറിയില്ലേ, കുഴിമാടങ്ങൾ കെട്ടിയിട്ടിരിക്കണ പോലെയാണ് കേരളത്തിൽ വീട് കെട്ടിയിട്ടിരിക്കണത്. കാര്യം 1970 മുതൽ അമേരിക്ക താമസമാക്കിയവരാണ് ഈ കോലഞ്ചേരി, ചെങ്ങന്നൂർ, പല സ്ഥലങ്ങളൊക്കെ ഉള്ള ആൾക്കാർ. ആ ഭാഗത്തുള്ള ആ വീടുകളൊക്കെ ഒന്നും അവിടെ താമസമില്ല. ഉള്ളത് ഇങ്ങനെ പ്രായം ചെന്നൊരു അപ്പനും അമ്മയും ഉണ്ടാവും, പിന്നെ എന്താവും, പിന്നെ ഒരു സർവൈവിങ് ക്യാമറ ഉണ്ടാവും, പിന്നെ ഒരു റിമോട്ട് സെൻസറായിട്ടുള്ള ഗേറ്റ് തുറക്കാൻ വേണ്ടി 11 മണിക്ക് ഗേറ്റ് തുറക്കാൻ വേണ്ടി മണിയടിച്ച് കഴിയുമ്പോൾ അകത്ത് ആ വല്യപ്പച്ചൻ, ഒരു 90-50 വയസ്സുള്ള വല്യപ്പച്ചൻ നിന്നുകൊണ്ട് റിമോട്ട് അടിക്കും. അപ്പോൾ ഗേറ്റ് ഓപ്പൺ ചെയ്യും. അപ്പോൾ ക്യാമറയിലൂടെ വന്ന ആളെ കാണാൻ പറ്റും. ആളകത്ത് കയറി കഴിയുമ്പോൾ ഗേറ്റ് ഓഫാക്കും. ഗേറ്റ് തന്നെ അടയും. പിന്നെ അയാൾ വന്ന് വാഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഭക്ഷണം വെച്ചിട്ട് പുറത്തേക്ക് പോകുമ്പോൾ അപ്പോൾ അവർ റിമോട്ടിൽ തുറന്നു കൊടുക്കും. ഇതെല്ലാം മകൻ ഇരുന്നുകൊണ്ട് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് കാണും. അവസരം പോയി ഏതെങ്കിലും സമയത്ത് അപ്പനും റിമോട്ട് നിശ്ചലമാകും. അപ്പന് ഡെഡ് ബോഡി അകത്തിരിക്കുകയും ചെയ്യും, മറ്റവൻ പുറത്ത് നിൽക്കുകയും ചെയ്യും. മകൻ അകലിൽ നിന്നുകൊണ്ട് ഡെഡ് ബോഡി അപ്പം മരിച്ചു കിടക്കണ കാണും.
പിന്നെ ചിലർ അതും കാണത്തില്ല. അവർ ബിസി ആണെങ്കിൽ അവർ അമേരിക്കയിലെ എവിടെയെങ്കിലും ടൂറിന് പോയിട്ടുണ്ടെങ്കിൽ അപ്പം മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണാൻ പറ്റത്തില്ല. അവർ പോയി എന്താ സംഭവിക്കണ ചീഞ്ഞമണം വരും പുറത്ത് വരുമ്പോൾ. എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു കാലത്ത് മനുഷ്യൻ ഇതെല്ലാം കൊണ്ടായി. അവസാനം അപ്പം ചത്ത് കിടന്ന വീടാണ് ആർക്കും വേണ്ട. പണ്ട് സെൻറ്റിന് നമ്മൾ 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ഒക്കെ വാങ്ങിച്ചു. ഇപ്പോൾ വെറുതെ കൊടുത്താൽ വേണ്ട, അപ്പം ചത്ത് കിടന്ന വീടാണെന്ന് പറയുന്നത്. അങ്ങനെ പ്രാക്കുള്ള വീടാണെന്ന് പറയും. ആരെടുക്കാനാണ്? റിയൽ എസ്റ്റേറ്റുകാരാണെങ്കിൽ അതിങ്ങനെ പറഞ്ഞ് പരത്തുകയാണ്. എന്താണ്? കെട്ടിത്തൂങ്ങിയ വീടാണ്, ചത്ത വീടാണ്, ചത്ത് കിടന്ന വീടാണ്, അവിടെ പൊറുക്കാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് റിയൽ എസ്റ്റേറ്റുകാരാണ് ഏറ്റവും കൂടുതൽ ഇതുപോലെ ബ്ലാക്ക് പബ്ലിസിറ്റി കൊടുക്കുന്നത്. എന്താണ് വില ഈ വെറുതെ. അപ്പം മക്കൾ പറയും ഇപ്പം ഞങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ വരാമെന്നും പറ്റത്തില്ല. എന്തെങ്കിലും എടുത്തിട്ട് എന്തെങ്കിലും കാശ് തന്നിട്ട് മേടിച്ചിട്ട് പോകാൻ പറയും. നോക്കി എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഈ സ്ഥലം എല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ കൈങ്ങോട്ട്. അപ്പം നിങ്ങൾ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് എന്ത് അഭ്യാസം കാണിച്ചാലും ഇപ്പം ചില സമയത്ത് കേൾക്കാത്ത പ്രാർത്ഥനകളാണ് നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. ഞാൻ പറയണേ, എന്തിനാണ് ഞാൻ ഇങ്ങനെ നിങ്ങളുടെ കാലെ പിടിച്ച് പറയണമെന്നറിയാമോ? നിങ്ങൾ ഒരു കാരണവശാലും ദൈവമായിട്ട് ഫൈറ്റിന് പോകരുത്. നിങ്ങൾക്ക് ദൈവമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ചിലപ്പോൾ 1000 കാര്യം ഉണ്ടാവും. നിങ്ങൾ എന്തിനാണെന്നറിയുമോ? എനിക്ക് ഫൈറ്റിംഗ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് കൈ പൊക്കിയേക്കണം. ഇതാണ് സമർപ്പണം എന്ന് പറയുന്നത്. എനിക്ക് ഫൈറ്റിംഗ് ഒന്നുമില്ല, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നോ ഫൈറ്റിംഗ്, നോ കംപ്ലൈൻറ്റ്, നോ ക്ലെയിം ചെയ്യരുത്. ദൈവത്തിന് ശരി. ചില ആൾക്കാർ പള്ളിയിൽ പോകാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ ചെയ്ത് ഞാൻ ദൈവത്തിന് മറന്ന് ജീവിച്ചിട്ടില്ല. എന്നിട്ട് ദൈവം എങ്ങനെ പള്ളിയില്ല, പട്ടക്കാരില്ല, പ്രാർത്ഥനയില്ലാത്തതിനൊക്കെ ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഞാൻ ദൈവം എന്ന് നടക്കണേ, എനിക്ക് മാത്രം പ്രാർത്ഥിക്കണില്ല, ദൈവം കേൾക്കണില്ല, അതുകൊണ്ട് ഞാൻ ദൈവമായിട്ട് നിങ്ങളുടെ ഫൈറ്റിങ്ങിൽ പോകും. ഫൈറ്റിങ്ങിൽ നിങ്ങൾ പോണതല്ല, നിങ്ങൾ റിജക്റ്റഡ് ആയതിൻ്റെ ലക്ഷണമാണത്. നിങ്ങൾ പോയതല്ല, നിങ്ങൾ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ ദുരുപയോഗിച്ച ഒരു ചരിത്രത്തിൻ്റെ പിന്നിലെ അവസാനം ദൈവം നിങ്ങൾ റിജക്റ്റ് ചെയ്തതാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട അനുതാപത്തിലേക്ക് നിങ്ങൾ റീ എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുതാപപ്പെടണം. അവിടെയാണ് അനുതാപം വരണത്. നിങ്ങൾക്ക് കർത്താവ് ബുദ്ധിയും ബോധമില്ല, നിത്യതയും നീയുമായിട്ടുള്ള ജീവിതമാണ് ഏറ്റവും വലുതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ താമസിച്ചു പോയി. ഭൗതിക ആനുകൂല്യം എനിക്ക് തരാതിരുന്നപ്പോൾ മറ്റുള്ളവർക്ക് ആനുകൂല്യം അനുഗ്രഹം കണ്ടിട്ട് ഞാൻ എനിക്ക് തന്നെ ടെൻഷൻ എടുത്തിട്ട് ഞാൻ നിന്നെ മറന്നു പോയിട്ടുണ്ട്. ചില കാര്യങ്ങൾക്ക് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പം നിങ്ങൾക്കൊരു ന്യായമായി നിങ്ങൾക്ക് തരാൻ കിട്ടാനുള്ള സംഭവമാണ്, ന്യായമായി നിങ്ങൾക്ക് കിട്ടാനുള്ള അർഹതയുള്ള സംഭവമാണ്. ദൈവം മനഃപൂർവ്വം തന്നില്ലെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ നിങ്ങളുടെ കൃപാ ലെവല് കൂടാതിരിക്കണ കാരണം ചിലപ്പോൾ കുറയാൻ സാധ്യതയുള്ള കാരണം ദൈവം തരത്തില്ല. അപ്പോഴാണ് നമ്മൾ ഇതാ കർത്താവിൻ്റെ ദാസ്യം എന്ന് പറയേണ്ടത്. പറഞ്ഞ മനസ്സിലായോ? എന്താണ്? അങ്ങയുടെ ഇഷ്ടം പോലെ എന്നിൽ നിറവേറട്ടെ. അപ്പം നമുക്ക് പരാതി ഉണ്ടോ? ഇനി പരാതി ഉണ്ടോ? ഇല്ലല്ല. പരാതി ഇല്ലെന്ന് പറഞ്ഞൊരു കൈപൊക്കിക്ക്. പ്രൈസ് ലോർഡ്. ഒരു പരാതിയുമില്ല. ദൈവം നമ്മൾ സറണ്ടർ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ക്ലെയിം, നമ്മൾ കവനന്റിൻ്റെ ആദ്യം ഞങ്ങളുടെ സെപ്റ്റംബർ 7 രാത്രി അമ്മ സംസാരിച്ചത് കവനൻ വർക്ക്സ് അക്കോർഡിംഗ് ടു ദി ഡിസ്പോസിഷൻ ഓഫ് ദി പേഴ്സൺ എന്ന് പറഞ്ഞു. ഞാൻ സാറോട് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ സാറിന് കച്ച് കിട്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ എന്തായിരിക്കും ഡിസ്പോസിഷൻ അമ്മ ഉദ്ദേശിച്ചത്? എനിക്ക് അപ്പോഴും അത്രയും മെസ്സായിട്ടില്ലായിരുന്നു. ഇതാണ് സംഭവം. കവനൻ്റെ വർക്ക്സ് അക്കോർഡിംഗ് ടു ഡിസ്പോസിഷൻ ഓഫ് ദി പേഴ്സൺസ്. ദൈവമായിട്ടുള്ള ഉടമ്പടിയിൽ വളരുന്നത് ആ വ്യക്തിയുടെ നിലപാട്, പെരുമാറ്റം, സ്വഭാവം, അതിനുള്ള പ്രതികരണം, അതിനോടുള്ള സമീപനത്തിൻ്റെ ആകത്തുകയിലാണ് ഇത് വർക്ക് ചെയ്യണത്. അതുകൊണ്ട് മറിയം എന്ത് ചെയ്യുന്നറിയാമോ? നെഗറ്റീവ് കമൻസിൻ്റെ സാധ്യത ഉണ്ടെങ്കിൽ മറിയം എന്ത് ചെയ്യും? ഹൃദയത്തെ സംഭരിച്ച് മിണ്ടാതിരിക്കും. കണാകൂടാന്ന് പറഞ്ഞ് അവരെ വിളിച്ച് പറഞ്ഞ്, നാത്തിനെ വിളിച്ച് പറഞ്ഞ്, അനിയത്തിനെ വിളിച്ച് പറഞ്ഞ്, ചേട്ടത്തിനെ വിളിച്ച് പറഞ്ഞ്, അമ്മയെ വിളിച്ച് പറഞ്ഞ്, ഇങ്ങനെ നമുക്ക് കിട്ടുന്ന കുരിശെല്ലാം നാട്ടുകാരെ മുഴുവൻ വിളിച്ച് പറയും. ഈ മൊബൈൽ തന്നെ തല്ലി പൊടിച്ചാൽ നിങ്ങൾ ലോകത്തിൽ പോകും. അതെന്ത് സംഭവിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നം നിങ്ങൾ തീരുമാനം എടുക്കണം. ദൈവത്തോടല്ലാതെ ഒരു പന്നിയോട് ഞാൻ സംസാരിക്കത്തില്ലെന്നാണ്. എനിക്കൊരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു വിഷയം ഉണ്ടായി, ആരിൽ നിന്നുണ്ടാകട്ടെ, ഓഫീസിൽ നിന്നും ഉണ്ടായിക്കോട്ടെ, ഓഫീസിൽ നിന്നും ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന വീട്ടിൽ നിന്നുണ്ടാകട്ടെ, അല്ലെങ്കിൽ ഹൗസ് ഓണറിൽ നിന്നുണ്ടായിക്കോട്ടെ, നിങ്ങൾ തീരുമാനം എടുക്കണം. എൻ്റെ ദൈവത്തോടല്ലാതെ ഞാൻ ഈ വിഷയം ഷെയർ ചെയ്യരുത്. നിങ്ങൾ രാത്രി മമ്മിക്കൊന്നും തിരക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ കണ്ടപ്പെടുന്നത് ആരറിയാനാണ്? നിങ്ങൾക്ക് കാശ് മാത്രം മതി. എന്നാൽ നിങ്ങൾ എന്തിനും ഇവരോട് പറഞ്ഞു ഓരോ കാര്യമുണ്ട്. അവിടെ ഒരു മമ്മി ഉടനെ ടെൻഷൻ എടുത്ത് ആണടി മോളെ, മമ്മിയുടെ പ്രഷറൊന്നും നോക്കണം. മിക്കവാറും 160 കഴിഞ്ഞ് കാണും നിങ്ങൾ പറഞ്ഞപ്പോൾ. നിങ്ങൾ മൊബൈൽ താഴെ വെച്ചപ്പോൾ മമ്മിയുടെ പ്രഷറൊന്നും നോക്കണം. നിങ്ങൾ കാരണം മമ്മി
നിങ്ങളുടെ ഭാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ആൾക്കാർ നിങ്ങൾ അവരെ കൊല്ലാതെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ തീരുമാനിക്കണം, ഞാൻ മറിയത്തെ പോലെയാണ്. എന്താ കാര്യം? ഞാൻ ഇനി കംപ്ലൈൻറ്റ് പറയത്തില്ല. പറയുമെങ്കിൽ എൻ്റെ ദൈവത്തോട് മാത്രമേ ഉള്ളൂ. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഞാൻ ഇനി കംപ്ലൈൻറ്റ് പറയുമെങ്കിൽ എൻ്റെ പരിശുദ്ധ അമ്മ ദൈവമാതാവിനെ പോലെ എൻ്റെ ദൈവത്തോട് മാത്രമേ പറയത്തുള്ളൂ. അങ്ങനെ ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റിക്കൊണ്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഞാൻ മറിയത്തെ പോലെ അങ്ങയോട് ചെയ്ത വാഗ്ദാനങ്ങളും അങ്ങയോട് ചെയ്ത ഉടമ്പടിയും ഞാൻ നിറവേറ്റി ജീവിക്കും. ശ്രുതികടെ ഹല്ലേലൂയ. നാലൂരി പാട്ട് പാടാൻ വന്നിരുന്നിട്ട് നാലൂരി പാട്ട് പാടാൻ എഴുതുന്നത് ശ്രുതികടല്ലേ മക്കൾ എഴുതി പാടും. ശ്രുതികട ഹല്ലേലൂയ. നല്ലവനായ ഈശ്വരന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്ത കർത്താവേ, അങ്ങനെ വിശുദ്ധ പൗരോഹിത്യം ഞങ്ങൾ മഹത്വപ്പെടുത്തുന്ന കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവെ. അങ്ങനെ തിരുമുറുപാടുന്ന വലുതുകരം അനുഗ്രഹത്തിൻ്റെ വലുതുകരം ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും വെക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവത്തിൻ്റെ ശക്തി മക്കൾക്ക് ആവശ്യിക്കട്ടെ. കൊച്ചു മുതൽ ഉള്ളം കാലുകൾ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളും പേശികളും കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളും പേശികളും ഉണരട്ടെ. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ചൈതന്യം എല്ലാ കോശങ്ങളും ത്രസിക്കട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസ്സുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി. ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുമനസ്സുതനെ ആനന്ദഗാനങ്ങൾ പാടി പുകഴ്ത്തി. ഞാനെന്നും സ്തുതിക്കും. ഇരിക്കുക. നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോണത്. അച്ഛൻ പറയുമായിരുന്നു, ഇതൊരു ഉഭയകക്ഷിയായിട്ടുള്ള ഒരു ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്. നമ്മൾ ദൈവത്തോട് പറയണത് അങ്ങയുടെ വചനം പോലെ ഞാൻ ജീവിച്ചുള്ള. അതിന് 3 വചനങ്ങൾ ഇപ്പോൾ പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത്? ലുക്ക 1:38 എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങ് വചനം പോലെ നിറവേറട്ടെ. പിന്നെന്താ പറഞ്ഞത്? യോഹന്നാൻ 2:3 എന്താണ്? അവൻ പറയണത് പോലെ ചെയ്തോളാം. പിന്നെന്താ? ലൂക്ക 5:5 എന്താണ്? രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എങ്കിലും അങ്ങ് പറഞ്ഞത് കൊണ്ട് ഞാൻ വരയിറക്കാം. അപ്പോൾ നമ്മുടെ ക്ലെയിംസ് ഒന്നുമില്ല, നമ്മൾ ദൈവത്തിൻ്റെ വചനമായി. അപ്പം എല്ലാം പറഞ്ഞത് കൊണ്ട് എന്നാണ് പറയണത്. ഇവിടെയാണ് സമർപ്പണം വരണത്. മനസ്സിലായില്ലേ? വിശ്വാസം, പ്രത്യാശ, സ്നേഹം, പിന്നെന്താണ്? സമർപ്പണം. സമർപ്പണത്തിലാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വരണത്. നമുക്കിപ്പോൾ ജിയോമെട്രിക്ക് പഠിക്കാൻ അറിയില്ല, ഫീൽഡ് വർക്കിനാണ് മാർക്ക് കിട്ടുന്നത്. 12 മാർക്ക് 20 മാർക്ക് കിട്ടും ഫീൽഡ് വർക്കിന്. പക്ഷെ അത് ഓൾജിബ്രയ്ക്ക് മാർക്ക് അധികം കിട്ടത്തില്ല നമുക്ക്. അപ്പം അത് ജിയോമെട്രിയിൽ ക്ഷേത്രഗണത്തിൽ ഇതുപോലെ തന്നെയാണ്. സമർപ്പണത്തിൽ നമ്മൾ കേൾക്കാത്ത പ്രാർത്ഥനകളെ ആണ് പലപ്പോഴും സമർപ്പണത്തിലേക്ക് വരണത്. നമ്മൾ വളരെ കൊതിച്ച് പറഞ്ഞാൽ ന്യൂസിലൻഡിൽ പോകാൻ വേണ്ടി നമ്മൾ കൊതിച്ചിരിക്കുകയാണ്. എന്താ കാര്യം? അപ്പോൾ എനിക്ക് ഭർത്താവിന് പോകാൻ പറ്റും, അച്ഛന് പോകാൻ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ പറ്റും. അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ പറ്റും ആശ്രയിൽ പോയാൽ. കേരളത്തിലെ കാലാവസ്ഥയാണ്, ആകപ്പെടെയുള്ള കുഴപ്പം ബാത്റൂമിൽ വരെ പാമ്പുണ്ട്, അത്രേ ഉള്ളത്, വേറെ പ്രശ്നമൊന്നുമില്ല അവിടെ. പക്ഷേ എൻ്റെ മക്കളെ ചിലപ്പോൾ നിങ്ങളുടെ 1-2 എൻട്രിക്ക് അത് കിട്ടില്ലെന്ന് വിചാരിച്ചു, അപ്പം നിങ്ങൾ സങ്കടപ്പെടും. എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും വിളിച്ചു പറയാം, ഈ പ്രസരണ നഷ്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ഉണ്ട്. ഇലക്ട്രിസിറ്റിക്കാർക്ക്, ഈ KCBക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറയും, ഇടുക്കിയിൽ 100 വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അത് എറണാകുളത്ത് എത്തുമ്പോൾ 60 വാട്ടായി പോകും. അതെന്താ കാര്യം? ടച്ചിങ്സാണ്. മറ്റേ തൊട്ടുകൂട്ടുന്ന ടച്ചിങ്സ് അല്ല, അല്ലാതെ തന്നെ വേറെ ടച്ചിങ്സ് ഉണ്ട്. ഈ വന്ന വഴിക്ക് ഒന്നാമതിന് കമ്പിയെ കൂടി തന്നെ വരുമ്പോൾ കുറേ കറണ്ട് കമ്പി അടിച്ച് പറ്റും. കുറേ കറണ്ട് ഇടുക്കിലുണ്ടാക്കുന്ന കുറേ കറണ്ട് കമ്പി തന്നെ അടിച്ചു മാറ്റും. ബാക്കി 90. പിന്നെ വഴിക്ക് വല്ല മരത്തിൽ കൂടിയാണ് വരുന്നെങ്കിൽ, ഇപ്പോൾ ഹൈ റേഞ്ചിലൊക്കെ ഉള്ള ആൾക്കാർ നിങ്ങൾ, ഇപ്പോൾ ഞങ്ങൾ ശാന്തമ്പാറ ജയിപ്പിക്കാൻ പോയപ്പോഴും ചെറിയൊരു കാറ്റ് വന്നാൽ മതി, കറണ്ട് അപ്പം പോകും. എന്താ കാര്യം? ആ കമ്പി കുന്നേറ്റായിട്ട് വലിച്ചിരിക്കണ്ടേ. അതിലൊക്കെല്ലാം കൂടി ഒത്തിരിയേറെ മരങ്ങളല്ലേ. ആ മരങ്ങളെല്ലാം മഴ വീട് നനഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കറണ്ട് അടിച്ചിട്ട് അതിൻ്റെ വേര് വരെ കറണ്ട് ഇറങ്ങിപ്പോവും. അതിനെന്താ പറയുന്നത്? പ്രസരണ നഷ്ടം എന്ന് പറയും. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുന്ന എനർജികൾ പ്രസരണ നഷ്ടം വരുന്നുണ്ട്. എങ്ങനെയെന്നറിയാവോ? വേറെ ഒരു കണ്ടന്റ് ബേസിലേക്ക് നിങ്ങൾ കൈകാര്യം ചെയ്യും. ഹൃദയത്തെ സംഗ്രഹിക്കുമ്പോഴാണ് പ്രസരണ നഷ്ടം ഇല്ലാതിരിക്കുന്നത്. മറിയം എന്തുകൊണ്ടാണ്? 100 വാട്ട് ഉൽപ്പാദിപ്പിച്ച 100 വാട്ടും മറിയത്തിൻ്റെ കൂടെ ഉണ്ട്.
അല്ലാതെ അന്നാമ്മയ്ക്ക് കൊടുത്തിട്ട് 50 പാട്ട് അമ്മേ ഞാനിങ്ങനെ പരിശുദ്ധാത്മാവ് വന്നു, ഞാൻ ഗർഭവതിയായി എന്ന് പറഞ്ഞ് എഴുതിയിട്ട് എന്നിട്ട് അപ്പോഴ് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഈ വിഷയം. അപ്പോൾ അവർക്ക് ഇവിടെ ഇനിയിപ്പം നാട്ടുകാരെന്ന് വിചാരിക്കും, അവരെന്നെ കല്ലെറിയുക, ഞാൻ പെടുമരണം വഹിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് അതിൻ്റെ പ്രസരണം നഷ്ടം ഉണ്ടാക്കത്തില്ല. മറിയം എന്ത് ചെയ്ത് ഉടനെ പറഞ്ഞു, നിൻ്റെ ചാർച്ചക്കാരി എലിസബത്തിന് ഇത് 6ാം മാസമാണ്, നീ ജസ്റ്റ് നേരെ പോയിട്ട് ആൻറ്റിയെ കാണുക, അപ്പോൾ നിനക്ക് മനസ്സിലാവും. അവർ വല്യമ്മയായിട്ടിരിക്കുകയാണ്, പക്ഷെ അവളിപ്പോൾ പ്രഗ്നൻ്റാണ്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ നിനക്ക് മനസ്സിലാകും. മറിയം ഒറ്റയ്ക്ക് പോയെന്നാണ് പറഞ്ഞത്, ആളെയും കൂട്ടി പോയതില്ല, ആരോടും പറഞ്ഞില്ല. സത്യം പറഞ്ഞാൽ പോയത് എലിസബത്തിൻ്റെ വയറ് കാണാൻ പോയതാണ്. നമ്മുടെ നാട്ടിലൊക്കെ വയറ് കാണാൻ പറഞ്ഞാൽ ചടങ്ങുണ്ടല്ലോ, പണ്ടൊക്കെ ആണെങ്കിൽ ചെമ്പ് പാത്രവും ചെമ്പ് കൂടെ കൊണ്ട് പോകും. അതുപോലെ ഒരു പരിപാടിയാണ് ഇത്. പക്ഷേ എലിസബത്തിനോട് ഞാൻ എങ്ങനെയാണ് ആൻറ്റി പ്രഗ്നൻ്റ് ആകണമെന്ന് എങ്ങനെ ചോദിക്കും? മറിയത്തിൻ്റെ പ്രശ്നം അതാണ്. മറിയത്തിന് വേണേൽ മൊബൈൽ എടുത്തിട്ട് എന്നിട്ട് ഏതെങ്കിലും ഈ വിഷയം അവതരിപ്പിക്കണമെന്ന് ചോദിക്കാം, കൗൺസിലറിനോട് ചോദിക്കാം, സൈക്കോളജിസ്റ്റിനോട് ചോദിക്കാം, ഡോക്ടറോട് ചോദിക്കാം, ഹൗ ടു കൺവേ ദിസ് പ്രോബ്ലം. ദൈവത്തോട് മാത്രം ചോദിക്കത്തില്ല. നിങ്ങളുടെയൊക്കെ പ്രശ്നത്തെ എല്ലാവരോടും നിങ്ങൾ ചോദിക്കും, ഒരു പ്രശ്നം ഉണ്ടായാൽ ദൈവത്തോട് മാത്രം ചോദിക്കത്തില്ല. മറിയത്തിന് വേണമെങ്കിൽ ഇപ്പോഴെങ്ങനെയാണ് എലിസബത്തിനോട് എങ്ങനെയാണ് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കേണ്ടത്, എലിസബത്ത് ആൻറ്റി പ്രഗ്നൻ്റ് ആണോ ഇല്ലയെന്ന് ഞാനങ്ങനെ ചോദിക്കും, അതൊരു അവരെന്ത് വിചാരിക്കും? അതൊന്നുമില്ല. ഈ മറിയം എന്ത് ചെയ്യും? മറിയം ഈ വിഷയം അങ്ങനെ ഈ ഫയൽ അങ്ങനെ തന്നെ അപ്പ പറഞ്ഞിട്ടാണ് ഞാൻ പോണേ, ഒറ്റക്കാണ് പോണത്, അപ്പയോട് മാത്രം, എനിക്കും അപ്പയ്ക്ക് മാത്രം അറിയാൻ പാടുള്ളൂ ആൻറ്റിയെ കാണാൻ പോണ വിഷയം പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ആ ഫയൽ അപ്പായിക്ക് കൊടുക്കും. അപ്പോൾ നീ ഇത്രയും തലവത്ത് പറയേണ്ട വിഷയത്തിൽ നീ അവിടെ ചെല്ലാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ചെന്ന് കഴിയുമ്പോൾ മറിയം കൈപൊക്കി ആൻറ്റി എന്ന് മാത്രമേ വിളിച്ചുള്ളൂ. ആൻറ്റി ഓണ്ട് എന്ന് വിളിച്ചപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ്. പിന്നെ അപ്പ ഈ വിഷയം നേരെ എടുക്കണം. മനുഷ്യനിൻ്റെ ഈ സിറ്റുവേഷനിൽ മനുഷ്യനില്ല. അപ്പായും അപ്പാടെ മകളും തമ്മിലുള്ള ബന്ധത്തിൽ മകളുടെ പ്രശ്നങ്ങൾ അപ്പ സെറ്റ് ചെയ്യണ സുന്ദരമായ രീതി കണ്ടില്ലേ? അപ്പം തന്നെ ഇവിടേക്ക് എലിസബത്തിന് അഭിവാദം ചെയ്തപ്പോൾ തന്നെ എലിസബത്തിന് ഏതാണ്ടൊരു അനക്കമില്ലാതെ കിടന്ന കൊച്ച്, കാര്യം വയസ്സാം കാലത്ത് പ്രസവിച്ച് പ്രഗ്നൻ്റ് ആയതല്ലേ, അപ്പോൾ കൊച്ചിന് അനക്കമൊന്നും ഇല്ല. ഇവരിങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ കാലകാലം നിങ്ങളെ കുഞ്ഞുങ്ങളെന്തെങ്കിലും ഉടനെ ഡോക്ടർ പറയും കുറേ എന്താണ് മാങ്കോ ജ്യൂസ് കഴിക്കാൻ പറയും. അപ്പോൾ മാങ്കോ ജ്യൂസ് കഴിയുമ്പോൾ കൊച്ചനങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ പൊടിക്കുകയൊന്നുമില്ല. എലിസബത്തിന് മാങ്കോ ജ്യൂസിനെ കുറിച്ചൊന്നും അറിയാൻ പാടില്ല. ഈ കൊച്ചിങ്ങനെ ചത്തുപോയാൽ പറ്റി കിടന്ന് അയക്കമില്ലായിരിക്കല്ലേ. പക്ഷെ മറിയം ചെന്നപ്പോൾ ഉടനെ പരിശുദ്ധാത്മാവിൽ ഇത് അനങ്ങിക്കഴിഞ്ഞ് ഇവർ പരിശുദ്ധം നിറയുമ്പോൾ ജ്ഞാനവരം കിട്ടും. അപ്പം എലിസബത്താണ് ചോദിക്കുന്നത്, മൈ ഗോഡ് മദർ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ കാണാൻ എനിക്കിങ്ങനെ യോഗ്യത. നിന്റെ അഭിവാദനം കേട്ടപ്പോൾ എൻ്റെ ഗർഭശിശു ആനന്ദത്തെ കുറിച്ചാടി. കർത്താവ് നിന്നോട് അളിച്ചത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. എന്തൊരു വചനമാണ്! ഞെട്ടിപ്പിക്കുന്ന വചനം, കോരിത്തേക്കുന്ന വചനം. അപ്പോഴാണ് മറിയ അപ്പം തന്നെ മുട്ടുന്നു. എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. അപ്പായി പറഞ്ഞതാണ്, മൈ സോൾ മാഗ്നിഫൈസ് ദ ലോർഡ്. എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. മറിയത്തിന് ആനന്ദം കണ്ടില്ലേ? എന്താണ്? രക്ഷകനായ ദൈവത്തിലാണ്, ക്രിസ്തുവിലാണ് ആനന്ദിക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ് മറിയം. ക്രിസ്തു ആനന്ദത്തിൻ്റെ അടിസ്ഥാനമാണെന്ന് ലോകത്തോട് പറയുന്നത് മറിയമാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ, ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ, നന്നായി ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ. അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. തിരുവെള്ളത്തിൽ ഇരച്ചു പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. പെരുവെള്ളത്തിൽ ഇരച്ചു പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. പരിശുദ്ധ
ഈശ്വമിസ്റ്റർ വാഗ്ദാനങ്ങൾ യോഗ്യരാകുവാൻ, ഈശ്വമിസ്റ്റർ വാഗ്ദാനങ്ങൾ യോഗ്യരാകുവാൻ, ഈശ്വമിസ്റ്റർ വാഗ്ദാനങ്ങൾ യോഗ്യരാകുവാൻ. അപ്പൊ ചില വിഷയങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ട് ദൈവമായിട്ടും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ദൈവം തന്നെ അതിനെ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ഒരു മരിയൻ സ്പിരിച്വാലിറ്റിയാണ് കവനന്റ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ എത്ര ആദ്യം പറഞ്ഞു, അത് ഞാൻ ആദ്യം ഉണ്ടായിരുന്നത്, ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വളച്ച് കശ്മീരി മേഖല ഉണ്ടായിരുന്ന സമയത്ത് പ്രാരംഭധ്യാനം നടത്തിക്കൊണ്ടിരുന്നത്. പ്രാരംഭധ്യാനം നടത്തി 87 തൊട്ടാണ് തുടങ്ങിയത് ധ്യാനം. 1984 ഞാൻ ആദ്യമായിട്ട് ധ്യാനിപ്പിക്കുന്നത്. അത് നമ്മുടെ തൃശ്ശൂർ, കണ്ടാണശ്ശേരി, വാഗ അവിടെയൊക്കെ ധ്യാനിച്ചു. മറ്റം പിന്നീട് കോട്ടപ്പുറം, അങ്ങനെ കുറേ സ്ഥലങ്ങൾ ധ്യാനിപ്പിച്ചു. അപ്പോൾ അവിടെ അക്കാലങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് പ്രാരംഭധ്യാനമാണ്. പ്രാരംഭധ്യാനം കഴിഞ്ഞപ്പോൾ 85 കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു 86 കാലം ഇപ്പോൾ വളർച്ചാധ്യാനം വന്നു. വളർച്ചാധ്യാനം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കേരള സഭയിൽ വളർച്ചാധ്യാനം കഴിഞ്ഞ് നയിക്കാൻ പറയുമ്പോൾ മനസ്സിലാക്കുക, ശരിക്കും പറഞ്ഞാൽ വളർച്ചാധ്യാനം കഴിഞ്ഞപ്പോൾ പിന്നീട് അവർ കേരള സഭയിൽ 75 പ്രാരംഭധ്യാനം തുടങ്ങി. 80 വരെ പ്രാരംഭധ്യാനം വർക്കൗട്ട് ചെയ്തു. 81, 82, 83 കാലഘട്ടങ്ങളിൽ വളർച്ചാധ്യാനം തുടങ്ങി. അപ്പം വിശ്വാസ വളർച്ച ഉണ്ടായി. അതാണ് വളർച്ചാധ്യാനം എന്ന് ഉദ്ദേശിക്കുന്നത്. വിശ്വാസ വളർച്ച കഴിഞ്ഞപ്പോൾ ചില ആൾക്കാർ വിശ്വാസത്തിൽ വളർന്നില്ല, പ്രാരംഭധ്യാനം കൂടിക്കൂടി നടന്നു. അങ്ങനെയാണ് ആന്തരിക സൗഖ്യം വരണത്. വിഷമസ്മരണകൾ, മുറിവേറ്റ ചിന്തകൾ, വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, ആദികൾ, ഭീതികൾ, അപ്പോൾ കുഞ്ഞുനാളിലുള്ള മുറിവുകൾ, അതിനൊക്കെല്ലാം സുഖപ്പെടുന്ന ആന്തരിക സൗഖ്യ പ്രാർത്ഥന. ആന്തരിക സൗഖ്യ ധ്യാനം ശരിക്കും പറഞ്ഞാൽ 85, 86 ഘട്ടങ്ങളിലേക്ക് ആന്തരിക സൗഖ്യമാണ് തുടങ്ങിയത്. ആന്തരിക സൗഖ്യം കഴിഞ്ഞപ്പോഴാണ് പിന്നീട് പ്രാർത്ഥനാനുഭവ ധ്യാനം അറിയുക. കടത്തുരുത്തിയിലൊക്കെ ഉണ്ടായിരുന്ന പ്രാർത്ഥനാനുഭവ ധ്യാനം, അത് 90 വരെ ഉണ്ട്. അത് എൻ്റെ കൂടെ തുടങ്ങിയത് എന്നാണ്. പ്രാർത്ഥനാനുഭവ ധ്യാനം കഴിഞ്ഞപ്പോഴാണ് 86, 85 കാലഘട്ടങ്ങളിൽ തന്നെയാണ് പിന്നീട് വരദാനങ്ങളുടെ ധ്യാനം തുടങ്ങുന്നത്. വരദാനങ്ങളുടെ ധ്യാനത്തിൻ്റെ ടൈം 87 വരെയാണ്. ഈ വരദാനങ്ങൾ പ്രാപിച്ചവർക്കെല്ലാം രോഗശാന്തി വരം, ദർശന വരം, അങ്ങനെ ഭാഷാവരം, ഒത്തിരി വരങ്ങൾ കിട്ടി. അവരാണ് പിന്നീട് കൺവെൻഷൻ തുടങ്ങിയത്. കേരളത്തിൽ പിന്നെ കൺവെൻഷൻ, ഇപ്പോഴും കൺവെൻഷനിലാണ് പോണത്. ഈ വരദാനങ്ങളുടെ ധ്യാനം കഴിഞ്ഞപ്പോൾ അപ്പോൾ 5ാം ഘട്ടമായി. അപ്പോൾ ഒരു 90 തൊട്ട് 2000 വരെയൊക്കെ ഉണ്ട്. ഈ 2000 ആയി കഴിഞ്ഞപ്പോൾ പിന്നെ കൺവെൻഷനാണ് വരണത് എല്ലായിടത്തും. പിന്നെ മറ്റെല്ലാ ധ്യാനങ്ങളും അതിൻ്റെ നടപടിക്രമം അനുസരിച്ച് ഓരോ ധ്യാന കേന്ദ്രങ്ങളിലും ചിലയിടത്ത് വർഷാധ്യാനം, ചിലർക്ക് ആന്തരിക സംവിധാനം, ചിലയിടത്ത് പ്രാർത്ഥനാനുഭവ ധ്യാനമാണ് വ്യത്യസ്തമാണ്. ചിലയിടത്ത് കൗൺസിലിംഗ്, ഇപ്പോൾ നമ്മുടെ മലബാറിലൊക്കെ കൗൺസിലിംഗ് കോഴ്സാണ് വന്നത്. കുളത്തുവയിലൊക്കെ കൗൺസിലിംഗ്, അവിടെ മെയിൻ സംഭവം കൗൺസിലിംഗാണ്. അപ്പോൾ അത് വരദാനങ്ങളുടെ ധ്യാനത്തിൻ്റെ അടുത്ത സ്റ്റെപ്പിലാണ് കൗൺസിലിംഗ് വന്നത്. അപ്പോൾ കൗൺസിലിംഗ് അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കൗൺസിലിംഗ്. ഇത് എല്ലാം കഴിയുമ്പോൾ പിന്നീട് വരുന്നത് തപസ് ധ്യാനമാണ്. തപസ് ധ്യാനം 2005 തുടങ്ങുന്നത്. തപസ് ധ്യാനം അപ്പോൾ ആലപ്പുഴയൊക്കെ ഞങ്ങളുടെ IMS ഒക്കെ തപസ് ധ്യാനത്തിൻ്റെ കേന്ദ്രങ്ങളാണ്. അപ്പോൾ തപസ് ധ്യാനം ഒരു 2015 വരെയൊക്കെ വരണത്. ഈ തപസ് ധ്യാനം കഴിയുമ്പോഴാണ് പിന്നീട് 2014 ഉടമ്പടി വരണത്. ഇപ്പം ആൾക്കാർ ഇപ്പോഴും നിങ്ങൾക്കറിയാം ഉടമ്പടിയിലെ ലെവലെന്ന് പറയണത്, ഈ ധ്യാനങ്ങളുടെ എല്ലാം വന്നിട്ട് നമ്മൾ ഉടമ്പടിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഉടമ്പടി എന്ന് പറഞ്ഞ 90 ദിവസത്തെ ക്രാഷായിട്ടുള്ള ക്രാഷ് കോഴ്സ് പോലെയാണ് വരണത്. അത് വിത്ത് എല്ലാ ലെവലോടു കൂടിയാണ് അത് വരണത്. അതിൻ്റെ അകത്ത് പ്രെയറുണ്ട്. നമുക്ക് പ്രെയറിൽ ഇപ്പം നമ്മുടെ വിശ്വാസമില്ലേ, വിശ്വാസം തന്നെ, ആ വിശ്വാസത്തിൻ്റെ ആപ്ലിക്കേഷൻസ്, വിശ്വാസം നമ്മുടെ വിശ്വാസം എക്സ്പ്രസ് ചെയ്യണം എങ്ങനെയാണ്? പ്രാർത്ഥനയിലൂടെയാണ് എക്സ്പ്രസ് ചെയ്യണത്, അല്ലേ? വിശ്വാസം പ്രാർത്ഥനയിലൂടെ എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ പക്ഷേ അതിൻ്റെ അകത്തുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 30%, 33% ഇതിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. കാര്യം പ്രാർത്ഥനയല്ലേ ഉള്ളൂ. വിശ്വാസം പിന്നെ എന്ത് ചെയ്യും? വിശ്വാസം, പ്രാർത്ഥന, പിന്നെ എന്താണ്? വിശ്വാസം പ്രഖ്യാപനം, വിശ്വാസം പ്രയോഗം. ഇത് കവനന്റിൽ വരുമ്പോൾ അപ്ഡേഷൻസ് എന്താണ് അത് നിങ്ങൾ അറിയണം. നമ്മൾ പ്രാരംഭധ്യാനം തൊട്ട് പിന്നീട് 1975 പ്രാരംഭധ്യാനം തൊട്ട് 2016 കേരള സഭയിൽ
കവനൻ്റെ തുടങ്ങണ വരെ, ഉടമ്പടി തുടങ്ങണ വരെ ഈ വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻ ലെവൽ നോക്കിയേ. വിശ്വാസം എപ്പോഴും പലപ്പോഴും പ്രാർത്ഥനയിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ചിലയിടത്ത് എന്ത് പറ്റും, പ്രഖ്യാപനങ്ങളുണ്ടാകും. പക്ഷേ വിശ്വാസം 3 തരത്തിലാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നെന്താണ് പ്രാർത്ഥന, രണ്ടാമത്തെ എന്താണ് പ്രഖ്യാപനം, മൂന്നാമത്തെ എന്താണ് പ്രയോഗം. ഈ പ്രയോഗ ലെവലിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. കവനന്റിന് മാത്രമേ പ്രയോഗത്തിൻ്റെ ഫോർമുലയുള്ളൂ. വിശ്വാസം ഇപ്പം ആൾക്ക് വന്നില്ല. ചില പറയേ എന്താണ് ഈ ഉപ്പ്, കാശുരൂപം, ഉടമ്പടി കാശുരൂപം, ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പ്, അതെല്ലാം വിശ്വാസത്തിൻ്റെ പ്രയോഗ ലെവലാണ്. പക്ഷെ പ്രയോഗ ലെവലും വിജയിക്കണം എന്നുണ്ടെങ്കിൽ പ്രഖ്യാപനം വിജയിച്ചിരിക്കണം. പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസം നിങ്ങൾ ഇത്രയും നാൾ ഉപയോഗിച്ചത് എന്താണ്? 1975 മുതൽ 2016 വരെ വരുമ്പോഴും വിശ്വാസം നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? വിശ്വാസം പ്രാർത്ഥനയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേറെ 2 എക്സ്പ്രഷൻ്റെ ലെവലിൽ 30% മാത്രമേ അതിനകത്ത് നമുക്ക് റിട്ടേൺസ് ഉള്ളൂ. വിശ്വാസത്തിന് പിന്നെ രണ്ടാമത്തെ ലെവൽ എന്താണ്? പ്രഖ്യാപനം. പ്രഖ്യാപനം കൊണ്ട് എന്താ പ്രഖ്യാപിക്കേണ്ടത്? യേശു കർത്താവാണെന്ന്. റോമർ 10:9 പ്രഖ്യാപിക്കേണ്ടത്. എന്താണ് പ്രഖ്യാപിക്കേണ്ടത്? യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റു പറയണം. പിന്നെ എന്ത് ചെയ്യണം? ദൈവം അവന് മരിച്ചു ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. അപ്പം യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട്, ഇപ്പം യോപ്പായിൽ ഇന്നലെ അതാ പറഞ്ഞത്. എന്താ കാര്യം? എല്ലാ ജീവിത മണ്ഡലങ്ങളിലും നമ്മൾ പ്രഖ്യാപിക്കേണ്ട ഒരേ ഒരു സത്യമേ ഉള്ളൂ. എന്താണത്? യേശു കർത്താവാണ്. ഈ യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കുന്നത് നീ എടുക്കുന്ന സമയമാണ് നിന്റെ അധികാരത്തിൻ്റെ അടിസ്ഥാനം. ഇവിടുത്തെ നിങ്ങൾ എന്നെ ക്യാച്ച് ചെയ്താ? യേശു കർത്താവാണെന്ന് നീ പ്രഖ്യാപിക്കാൻ എടുക്കുന്ന സമയമാണ് ലൂക്ക 9:1 അധികാരത്തിൻ്റെ അടിസ്ഥാനം. എന്താ എൻ്റെ അർത്ഥം? ഇപ്പം ഇന്നലെ ഞാൻ അവിടെ പറഞ്ഞത് എന്താണ്? ഇപ്പം നിനക്ക് ക്യാൻസറാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നാട്ടിലോട്ട് പോകും, ഇവിടെ ഭയങ്കര കോസ്റ്റ്ലി ആണെന്ന് പറയാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം എന്താണ്? ഇനിയിപ്പോൾ ഇതിൻ്റെ നമ്മുടെ ശമ്പളം കൊണ്ട് നിൽക്കത്തില്ലായിരിക്കും, കമ്പനിക്ക് എങ്ങനെ ഇത് അവതരിപ്പിക്കുമെന്ന് അറിയത്തില്ല, കമ്പനിയോട് പറഞ്ഞാൽ പിന്നെ ഉള്ള ജോലി കൂടി പോകുമായിരിക്കും. അപ്പം നിങ്ങളിങ്ങനെ എല്ലാ വിഷയവും ചിന്തിച്ചിട്ട് നാട്ടിൽ ഓപ്പറേഷൻ വന്നാൽ അതിന് മുടക്കാനുള്ള കാശ് എങ്ങനെ ലോൺ എടുക്കാൻ പറ്റും, അങ്ങനെ ചിന്തിക്കണം. അപ്പോൾ ഇവിടെ എന്താ സംഭവം? നിങ്ങളെ ടെമ്പറൽ അതൊരു സമീപനമാണ്, ഡിസ്പോസിഷൻ. അതാണ് അമ്മ പറഞ്ഞത്, കവനന്റ് ഈസ് എ ഡിസ്പോസിഷൻ. കവനന്റ് വർക്ക് അക്കോർഡിംഗ് ടു ദ ഡിസ്പോസിഷൻ ഓഫ് ദി പേഴ്സൺ. ആ ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി യേശു കർത്താവാണെന്ന് എടുക്കുന്ന സമയത്തിൻ്റെ ദൈർഘ്യമാണ്. അവസാനമാണ് ഈ വ്യക്തി പറയണത്, ഇല്ല ഞാൻ ഒരിടത്തും പോയി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം കേട്ടു. എന്ന് വെച്ചാൽ ഒരു മോളാണ്, അവളുടെ ഓവറിയിൽ ക്യാൻസറായി. അപ്പോൾ ഓവറി ക്യാൻസറായി, യൂട്രസിനും ആ ക്യാൻസറുണ്ട്. അവൾ കല്യാണം കഴിച്ചിട്ടില്ല. നിങ്ങളുടെ സാക്ഷ്യം നമ്മുടെ നിങ്ങൾ കണ്ടായിരിക്കും അല്ലേ? അതാണ് ആ സാക്ഷ്യം കേട്ട് നോക്കിയേ. ചെറുപ്പക്കാരത്തിയാണ്, കല്യാണം കഴിച്ചിട്ടില്ല, ഓവറിയിൽ ക്യാൻസർ. പിന്നെ എന്താ? യൂട്രസിനും ക്യാൻസർ. കല്യാണം കഴിക്കാത്തവർ യൂട്രസ് എടുത്ത് മാറ്റിക്കളഞ്ഞാൽ പിന്നെ എങ്ങനെ ജീവിക്കാൻ വരും? അപ്പോൾ അവരുടെ ലൈഫ് എല്ലാം പോവുകയാണ്. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറയണ അതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് ക്യാൻസർ വന്നു. അപ്പോൾ ഇവള് പറയണത് അതൊരു അനുഗ്രഹമായി പോയിരുന്നു. ആർക്ക്? അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞിരിക്കണം ഇവളുടെ 2 ഓവറി എടുക്കണം, യൂട്രസ് എടുക്കണം എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കണേ. അതിൻ്റെ ഇടയ്ക്ക് അവൾ പറഞ്ഞു ഞാൻ എടുക്കത്തില്ല. എന്താ കാര്യം? ഞാൻ ഉടമ്പടി ചെയ്തിട്ടുണ്ടെന്ന്. ഒറ്റ കാര്യമുള്ളൂ, ഞാൻ എടുക്കത്തില്ല. എന്താ കാര്യം? അധികാരം തന്നെ കണ്ട, സത്യം കണ്ട, ഞാൻ ഉടമ്പടിയിലാണ്. അതുപോലെ ചില ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കണം. ഒരു ദിവസം നമ്മൾ എങ്ങനെയായാലും 35 സാക്ഷ്യങ്ങളാണ് ഒരു ദിവസം വരണത്. സാക്ഷ്യം 100 വരും, നമുക്ക് ഒന്ന് അപ്പ് ചെയ്യാൻ പറ്റുന്നത് 35 ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു നിലപാട് ഡിസ്പോസിഷൻ കണ്ട, കവനൻ്റെ ഡിസ്പോസിഷനാണ്. അപ്പം ഇന്നാ കഴിഞ്ഞ പോലെ ഇതുപോലെ ഒരു മകന് ആങ്ങളെ ഒരു പെങ്ങൾക്കൊരു ഫോൺ വന്നു.
ഞാൻ എപ്പോഴും ഇടയ്ക്ക് ഓർക്കുന്ന സംഭവമാണ്. പെങ്ങൾക്കൊരു ഫോൺ വന്നപ്പോൾ പെങ്ങൾ കൂട്ടുകാലത്ത് വിളിച്ചതാണ്, എടോ താൻ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വേണം. അപ്പോൾ എന്നാ കാര്യത്തിന്? അല്ല, തൻ്റെ ബ്രദറിനെ വണ്ടി ഇടിച്ചു. ആണോ? ഉടനെ ഇവിടെ വണ്ടി ഇടിച്ച ആൾ പറയണത് വണ്ടിയെ കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്, താൻ ഇത്രയും ചെയ്ത് ഞങ്ങൾ താൻ എളുപ്പം പോകും, ഞാൻ പ്രാർത്ഥിക്കുക. എന്ന് വെച്ചാൽ അവളുടെ വർത്തമാനത്തിൽ നിന്ന് ആങ്ങളെ മരിച്ചു പോയി എന്നാണ് പറയണത്. പക്ഷേ അത് അവളുടെ പമ്മൽ കണ്ടപ്പോൾ ആങ്ങളെ മരിച്ചു, ആങ്ങളെ തീർന്നു എന്നാണ് ഇവള് കേൾക്കണത്. അപ്പം ഇവള് പറയണ റെസ്പോണ്ടിങ് എന്താണെന്ന് അറിയാവാ, അവനൊരു കുഴപ്പം സംഭവിക്കത്തില്ല, കാര്യം കഴിഞ്ഞ ആഴ്ച ഞാൻ അവന് വേണ്ടി ഉടമ്പടി എടുത്തതെന്ന്. സംഭവം എന്താ പറയണത്? അവൻ മരിച്ചു പോകേണ്ടതാണ്, പക്ഷെ ബലം എന്താണ്? ഉടമ്പടി ഒരു ബലമാണ് അവക്ക്. എന്നിട്ട് ഈ ആങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നൊക്കെ വഴി എന്താണ്? ഈ ഒരു സിംഗിൾ ലേഡിയുടെ ഫെയ്ത്ത് ലെവൽ അനുസരിച്ചാണ് ഇത് തിരിച്ചു കൊണ്ടുവരും. ഇപ്പം ഇവളുടെ പ്രശ്നം എന്താ? ഇവിടെ ഓവറി എടുത്ത് കളയണം, 2 ഓവറി എടുത്ത് കളയണം, യൂട്രസ് എടുത്ത് കളയണം എന്ന് പറയും. ഡോക്ടർ എടുത്ത് കളയത്തില്ല. എന്താ കാര്യം? ഡോക്ടർ അത് ഒരു ക്യാൻസർ ഒരു ഓവറിക്കല്ല, മറ്റു ഓവറി നിങ്ങളുടെ ഊഹമല്ലേ നിങ്ങൾ പറയണത്. ആ 2 ഓവറിയും ഒരു ഓവറിയും ഒരു യൂട്രസും കൂടി എടുക്കാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. അതാണ് അധികാരം. അധികാരം കണ്ട അധികാരം ഡോക്ടറിനേക്കാൾ അധികാരമാണ് അവർക്ക്. എന്താ കാര്യം? ദൈവത്തിലുള്ള അടുപ്പമാണ് അധികാരം എന്ന് പറയുന്നില്ലേ. അവർക്ക് അധികാരം നൽകുന്നത്, അധികാരം ദൈവം നൽകുകയാണ്. നിങ്ങളുടെ ഉടമ്പടി വിശ്വസ്തരാണെങ്കിൽ ഇന്ന് വരെ കേരളത്തിൻ്റെ ആധ്യാത്മികത, ലോകത്തിൻ്റെ ആധ്യാത്മികത അഡ്രസ്സ് ചെയ്യാത്തൊരു സംഭവമാണ്. കൃപ എല്ലാവരും അഡ്രസ്സ് ചെയ്യും, പക്ഷെ അധികാരം വേറൊരു സബ്ജക്റ്റാണ്. അധികാരം ദൈവമായിട്ട് ബന്ധപ്പെടുമ്പോൾ ദൈവമായിട്ട് പ്രസൻസിൽ നമുക്കുണ്ടാകുന്ന ആന്തരിക ബോധ്യമാണ് അധികാരം. അപ്പോൾ ഡോക്ടർ പറയും ഇത് എടുത്തു കളഞ്ഞില്ലെങ്കിൽ ഇപ്പം ഇത് കീ ഹോളല്ലേ നമ്മൾ ചെയ്തത്. അപ്പോൾ കീ ഹോൾ ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം, അത് അതിൻ്റെ വേരുകൾ മറ്റതിനും പറന്ന് കാണും, യൂട്രസിലേക്കും പറന്ന് കാണും, മറ്റു ഓവറിലേക്കും പറന്ന് കാണും. അപ്പോൾ ഇവൾക്ക് പറഞ്ഞ അധികാരം അങ്ങനെ പറഞ്ഞിട്ടില്ല ഡോക്ടറെ. അല്ല, എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ കഴിയട്ടെ, എൻ്റെ അമ്മയുടെ ചികിത്സ കഴിയട്ടെ, അതിങ്ങനെ തീരുമാനിക്കാം. അപ്പോൾ ഇവരുടെ ധൈര്യവും അധികാരം ഡോക്ടർ തന്നെ ഞെട്ടിപ്പോവുകയാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ഓപ്പറേഷൻ കഴിയുമ്പോൾ ഇവള് പറഞ്ഞത് എന്താണെന്നറിയാമോ? അമ്മയുടെ ഓപ്പറേഷൻ കഴിയുമ്പോൾ നിങ്ങൾ പെറ്റ് സ്കാൻ എടുത്തു കഴിഞ്ഞാൽ ഒരു കോശത്തിനും ഇത് കയറിയിട്ടില്ലെന്നുള്ളത് കർത്താവ് ഡോക്ടറിന് കാണിച്ചു കൊടുക്കും. ഡോക്ടർ കാണുന്ന മുമ്പ് ആത്മാവിൽ അവളത് കാണുകയാണ്. കർത്താവ് അവളെ കാണിച്ചു കൊടുത്ത് ആന്തരിക ബോധ്യം കൊടുക്കുകയാണ്. അതാണ് അധികാരം. ശ്രുതികട ഹല്ലേലൂയ. അപ്പൊ എന്നിട്ട് സംഭവിക്കണത് എന്താണ്? അത് തന്നെയാണ് സംഭവിക്കണത്. അവള് പറഞ്ഞ പോലെ തന്നെ അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നീട് എന്താണ്? പിന്നീട് പെട്സ്കാൻ എടുത്തപ്പോൾ ഒരു കുഴപ്പമില്ല. അവളെന്ത് അധികാരമാണ് അവളുടെ ശരീരത്തിൻ്റെ മേലെ അധികാരം. ആ ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള അധികാരവും നമ്മുടെ തോന്നിയമാസത്തിലുള്ള അധികാരമുണ്ട്. ചിലർ 2-3 അബോർഷൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെയാണ് കൃഷി എന്ന് ചോദിക്കുമ്പോൾ പറയും, അപ്പോൾ ഫെമിനിസ്റ്റൊക്കെ എന്താ പറയണത്? എൻ്റെ ശരീരത്തിൽ ഇരിക്കാൻ അധികാരമെന്ന്. അതാണ് ടെമ്പറായിട്ടുള്ള ലോകാരൂപി എന്ന് പറയണത്. നമ്മുടെ ശരീരത്തിലെ നമ്മുടെ രോഗത്തിൻ്റെ മേൽ അധികാരമുള്ളത് ക്രിസ്തുവിൻ്റെ നാമത്തിലൊരു അധികാരമുണ്ട് നമുക്ക്. നീ ഉടമ്പടിയിലായിരിക്കും, ബൈലാറ്ററൽ എഗ്രിമെൻറ്റിലായിരിക്കുമ്പോൾ നിനക്ക് എല്ലാ മേഖലകളിലും ഈ അധികാരം ഉണ്ടാകും. എല്ലാ മേഖലകളിലും. നിന്നെ ഒരു ദിവസം ഒരു സാക്ഷി ഞാൻ കേട്ടത്, അയാളെ ഈ സൗദി അറേബ്യയിലെ ഗവൺമെൻറ് ഗ്രാസ് ഫാക്ടറി ഡിസ്മിസ് ചെയ്തു. ഡിസ്മിസ് ചെയ്തതിന് ശേഷം വിസ അപ്പോഴും ക്യാൻസലാക്കിയിട്ടില്ല. അപ്പോൾ അയാളെന്താ വെച്ചാൽ അയാൾ വന്ന് ഉടമ്പടി എടുത്തിട്ട് അപ്പം അവർ അധികാരം കൊടുത്ത ഒരു രാജ്യം ഒരു മനുഷ്യൻ്റെ വിസ കമ്പനിയിൽ നിന്ന് പുറത്താക്കി. ആ രാജ്യം പുറത്തിട്ട് എക്സിത്തടിച്ചു. വിസ ക്യാൻസലാക്കണമല്ല, ആ പാസ്പോർട്ടിന് എക്സിത്തടിച്ചു. നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പോഴകത്തിട്ട് വരും. പക്ഷെ ഉടമ്പടി എടുത്തിട്ട് ആ സാക്ഷി കിടപ്പുണ്ട്. നല്ല രസമാണ്. ആ മനുഷ്യൻ സൗദിയുടെ ഇപ്പുറത്തുള്ള രാജ്യം ദുബായിൽ എവിടെയോ പോയിട്ട് ഒരു പാലത്തെ കൂടി വീണ്ടും ഈ എംബസി ചെല്ലും, കസ്റ്റമർ ഓഫീസ് ചെല്ലും. ഇയാൾ വിശ്വാസ പ്രമാണം ചെല്ലി ഉടമ്പടി കാശിലും പിടിച്ച് തിരുമിച്ചുകൊണ്ടിരിക്കുകയും. അപ്പോൾ ഇയാൾക്ക് ആന്തരികമായ ബുദ്ധി കൊടുത്തിട്ടുണ്ട്, ആന്തരികമായ ശക്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാസ്പോർട്ട് കാണിച്ച അപ്പം തന്നെ കമ്പ്യൂട്ടറിൽ എക്സിറ്റ് അടിച്ചത് കാണിക്കും. പക്ഷേ ഇയാളുടെ പാസ്പോർട്ട് കമ്പ്യൂട്ടറിലോട്ട് കയറ്റി കഴിയുമ്പോൾ ഉടനെ കമ്പ്യൂട്ടർ റെഡ് അടിച്ച് കാണിക്കും. കാണിക്കുമ്പോൾ തന്നെ ഈ ഓഫീസർ, ഇമിഗ്രേഷൻ ഓഫീസർ ഇയാളെ മുഖത്ത് നോക്കും. മുഖത്ത് നോക്കിയിട്ട് ഇയാളെ കൂടായിട്ട് നിൽക്കും. ഇയാളെ നിന്നിട്ട് കാശ് കൊടുത്ത് തിരുമിക്ക് വിശ്വാസപ്രമാണം ചെയ്തുകൊണ്ടിരിക്കുകയും. സംഗതി പിടിച്ചാൽ അതിലാകുമ്പോഴാണ് ഇപ്പോഴും.
അത് പിന്നെ ഇയാളെ പാസ്പോർട്ട് ഒരു പ്രാവശ്യം കൊണ്ട് പിന്നെയും എത്തിച്ചടിക്കും. എന്നിട്ട് ഇയാളുടെ മുഖത്ത് നോക്കിയിട്ട് ഈ ഇമിഗ്രേഷൻ ഓഫീസർ ഇയാളുടെ മുഖത്ത് നോക്കണ്ട, ഇയാൾക്കൊരു കുഴപ്പമില്ല, ഇയാൾക്ക് കുഴപ്പമില്ലാതിരിക്കുക, ഇയാൾ വിശ്വാസപ്രമാണം ചെയ്തുകൊണ്ട് നിൽക്കുക. അത് അധികാരമാണ് ആന്തരികമായിട്ട്. പിന്നീട് മൂന്നാമത്തെ പ്രാവശ്യം നോക്കണമെങ്കിൽ തന്നെ ഈ ഓഫീസർ ബാത്റൂമിലേക്ക് പോയി ഫ്രഷ് ആകാൻ പോയി. അയാൾ തിരിച്ചു വന്നപ്പോൾ ഇയാളുടെ കാര്യം മറന്നുപോയി. അയാളതിൻ്റെ പ്രതീകത്തിൽ കയറി, അയാളുടെ പഴയ ഇതിൽ വേറൊരു കമ്പനിയിൽ അയാൾ ഓഫീസിൽ കയറി. അപ്പം നമ്മൾ ചില സമയത്തൊക്കെ ഞാൻ ഓർക്കും ഇത് വട്ടാണല്ലേ കാണിക്കണമെന്ന്. വട്ടല്ല, അവർക്ക് കൊടുത്തിരിക്കുന്ന വ്യക്തിപരമായ അധികാരമാണ്. നിന്നെ തുടത്തില്ലെന്നല്ലേ പറഞ്ഞിരിക്കണത്. ഇതിൻ്റെ പാമ്പുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും ചവിട്ട് നടക്കാൻ ഞാൻ നിനക്ക് അധികാരം നൽകുന്നു. ഒന്നും നിന്നെ ഒരു കസ്റ്റമർ ഓഫീസർ നിന്നെ ഉപദ്രവിക്കത്തില്ല. ഈ അധികാരത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ 9:1 കൊടുക്കുന്ന അധികാരം. നമ്മൾ ഇത്രയും നാൾ രോഗശാന്തിയെക്കുറിച്ചും കൃപയെക്കുറിച്ചുമാണ് ആധ്യാത്മിക ലോകം ചർച്ച ചെയ്തത്. ഇനി ചർച്ച ചെയ്യാൻ പോണത് അധികാരത്തെക്കുറിച്ചായിരിക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ. പാട്ട് പാടിക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ. മക്കളെ കൈയടിച്ച് പാടുക, ഒരുമിച്ച് പാടുക. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു, യേശുവേ രക്ഷകാ, കർത്താവേ, നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ, നാഥനേ. ശക്തിയും അധികാരവും നമുക്ക് നൽകുന്ന ഉടമ്പടിയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നു. അതിനുവേണ്ടിയുള്ള അടുത്ത ക്ലാസ് വിജയകുമാർ സാറാണ്. അതിനുശേഷം ലഞ്ചാണ്. ലഞ്ച് കഴിയുമ്പോൾ ഹൗ ടു ടേക്ക് ഉടമ്പടി എന്നൊരു ക്ലാസ് ഗവൺമെൻറ് അസിസ്റ്റൻ്റ് ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉടമ്പടിയിലോട്ട് പോകും. ഉടമ്പടി പോകാൻ നേരത്ത് അച്ഛൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു.